أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. മഹദിയായ സഫിയ റളിയല്ലാഹു തആല അൻഹ, ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ, സഫിയ, ജുവൈരിയ, അതിന് പുറമെ ബഹുമാനപ്പെട്ട റംല എന്ന് വിളിക്കുന്ന ഉമ്മു ഹബീബ, ഇവരൊക്കെ ഇനി വരാൻ ബാക്കിയിരിപ്പ. ഇടയ്ക്കൊക്കെ ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5-ാം വർഷം അവസാനത്തിൽ ദുൽഹജ്ജിലാണ് നേരത്തെ നമ്മൾ ഒരിക്കൽ പരാമർശിച്ചു പോയ ബനുൽ മുസ്തലഖ്, പ്രസിദ്ധമായ ഖുസാഅത്ത് ഗോത്രത്തിൻ്റെ ഒരു ഉപവകുപ്പാണ് ബനുൽ മുസ്തലഖുകാർ. മുറൈസിയ ഭാഗത്താണ് അവരുടെ താമസം. അതുകൊണ്ട് തന്നെ ഈ യുദ്ധയാത്രക്ക് മുറൈസിയ എന്നും പറയും, ബനുൽ മുസ്തലഖ് എന്നും പറയും. രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ബനുൽ മുസ്തലഖുകാർ പൊതുവെ അറബി ലോകത്തെ സ്വാസ്ഥ്യം കെടുത്തുകയും വലിയ കൊള്ളയും പിടിച്ചുപറിയും അക്രമവുമായി, എന്നാൽ സാധാരണ ചെറുഗോത്രങ്ങൾക്കൊന്നും നേരിടാൻ പറ്റാത്ത ഒരു വലിയ വൻശക്തിയാണ്. മുമ്പൊരിക്കൽ നമ്മൾ പരാമർശിച്ചു, അവർ മദീനയെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഇങ്ങോട്ട് വന്ന് യുദ്ധത്തിനുള്ള സന്ദർഭം കൊടുക്കുന്നത് കൂടുതൽ ജീവഹാനിക്കും വിഷമങ്ങൾക്കും കാരണമാകും എന്ന നിലക്ക് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാനുണ്ടായത്. അത് ഹിജ്റ 5-ാം വർഷത്തിൻ്റെ അവസാനത്തിലാണ്. ഈ യുദ്ധത്തിൽ അപ്രതീക്ഷിതമായ വലിയ പരാജയം ബനുൽ മുസ്തലഖുകാർക്ക് അനുഭവപ്പെടുകയും ധാരാളം ആളുകളെ തടവുകാരാക്കപ്പെടുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ബനുൽ മുസ്തലഖിന്റെ നേതാവായിരുന്ന ഹാരിസ്, അദ്ദേഹത്തിന്റെ പുത്രിയും ബന്ധനസ്ഥനാക്കപ്പെട്ടു. അവര് വനീമത്ത് വിഹിതിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഷമ്മാസ് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഹിതത്തിലായിരുന്നു വന്നത്. അവര് അക്ഷരാർത്ഥത്തിൽ രാജകുമാരിയാണ്. 18-ാമത്തെ വയസ്സാണ്, അല്ലെങ്കിൽ 20 വയസ്സ്, രണ്ടഭിപ്രായം കാണാം. പരമാവധി പറഞ്ഞാൽ 20 വയസ്സിന്റെ മേലല്ല. അവര് അടിമയായി നിൽക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഷമ്മാസ് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു ആവുന്ന യജമാനനോട് മോചനപത്രം എഴുതിച്ചു. 10 ഊക്കിയ അല്ലെങ്കിൽ 9 ഊക്കിയ സ്വർണം നൽകാം എന്ന വ്യവസ്ഥയിലാണ് മോചനപത്രം എഴുതപ്പെട്ടത്. പക്ഷേ ഒരു ഊക്കിയ പോലും കൊടുക്കാനുള്ള സാഹചര്യം അന്നവരെ കയ്യിലില്ല. കാരണം വാപ്പ എവിടെയോ ഒളിച്ചോടിപ്പോയി, കുടുംബം ആകെ തകർന്ന്, അവരൊക്കെയും ഏതാണ്ട് പ്രധാന കുടുംബങ്ങളൊക്കെ ബന്ധനസ്ഥരായി ഇവിടെ അടിമകളാണ്. എങ്കിലും പ്രതീക്ഷ കൈവെടിയാതെ അവര് ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു. യസ്രിബിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചന്ദ്രൻ ഉദിച്ചുയർന്ന് അത് പൂർണ്ണചന്ദ്രനായി തങ്ങളുടെ പ്രദേശത്ത് വരികയും അത് താഴെ ഇറങ്ങി വന്ന് തൻ്റെ മടിയിൽ വീഴുകയും ചെയ്യുന്നത് സ്വപ്നത്തിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മദീനയിലെ ചക്രവർത്തിയായിരുന്ന നബി ആയതോടുകൂടി മദീനയുടെ ഭരണാധികാരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തൻ്റെ
ഭർത്താവുന്നു ആകാൻ പോകുന്നു എന്ന ഒരു പ്രതീക്ഷ ഈ സ്വപ്നത്തിലൂടെ അവരുടെ മനസ്സിലുണ്ട്. എന്തും വരട്ടെ എന്ന് വെച്ച് മറ്റാരോടും ചോദിക്കാനില്ല. ആരോടാ ചോദിക്കുക? നേരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നു. അപ്പോൾ ഹുസാഅത്തുകാര് പഴയ കാലത്തെ അറമിൻ്റെ ഭരണാധികാരികളാണ്. പിന്നെ ഖുസൈൻ്റെ കാലത്താണ് അത് അവർക്ക് നഷ്ടപ്പെട്ട് പല ഭാഗത്ത് ചിഹ്നിച്ചെറിയത്. അവർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്നു. അന്ന് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാതിൽക്കലെത്തി സമ്മതം വിളിച്ച് വീട്ടിൽ കയറാൻ സമ്മതം ചോദിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വീട്ടുകാരി ആയിഷ റളിയല്ലാഹു തആല ആദ്യം കണ്ട്. ഹബീബ് തുറന്ന് തന്നെ പറഞ്ഞു, ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് വെറുക്കാനിഞ്ഞൊന്നും ബാക്കിയില്ല. കാരണം അത്രയും വശ്യ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ്. ചെറുപ്പക്കാർ 10-20 വയസ്സ് കഴിഞ്ഞു, എന്നാൽ അതിസുന്ദരിയായ ഒരു രാജകുമാരി. വെറുക്കാൻ കാരണം എന്താ? അവർ പറയാണ്, ഞാൻ ആ കണ്ട വശ്യ സൗന്ദര്യം തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും കാണുക. അപ്പോൾ സ്വാഭാവികമായും ഏതൊരു പുരുഷനെയും കയ്യിലെടുക്കാൻ കഴിയുന്ന സൗന്ദര്യം അവർക്കുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ അല്ലെങ്കിൽ ഇതിനെ കുടുങ്ങിയിട്ട് വരികയാണ്. മോചനപത്രം എഴുതിയ സംഖ്യ വീട്ടാനാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികെ വന്നു, തങ്ങളോട് സങ്കടം പറഞ്ഞു. നബിയെ തങ്ങൾക്കറിയാമല്ലോ, ബനുൽ മുസ്തലഖിന്റെ നേതാവായ ആരിസിന്റെ പുത്രിയാണ് ഞാൻ. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും ഒന്നുപെട്ട ദുഃഖകരമായ അവസ്ഥ തങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ ഇന്ന് അടിമകളാണ്. ഞാൻ എൻ്റെ യജമാനനോട് 9 ഊക്കിയ സ്വർണം കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ മോചനപത്രം എഴുതിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ വിചാരിച്ച് തങ്ങൾ ഈ വിഷയത്തിൽ എന്നെ കൈയഴിച്ച് സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാട് മറ്റൊന്നാണ്. അവർക്ക് 9 ഊക്കിയ കൊടുത്ത് അവരെങ്ങോട്ട് മോചിപ്പിച്ചത് കൊണ്ട് എന്ത് കാര്യം? 100 കണക്കിന് അംഗങ്ങൾ വരുന്ന ഇവരുടെ കുടുംബങ്ങൾ, ഈ ബനുൽ മുസ്തലഖുകാരെ അല്ലെങ്കിൽ ഖുസാഅത്തുകാരാവുന്ന ഇത്രയും പ്രമുഖ അറബി ഗോത്രം ഒന്നിച്ച് അടിമകളായിട്ടാണുള്ളത്. അതിനാണല്ലോ പരിഹാരമാവേണ്ടത്. ഈ ഒരാളതിൽക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ ഖൈറും മിൻ ദാലിക, അത് ചെയ്യാതെ പ്രശ്നമില്ല, അതിനേക്കാൾ കൂടുതൽ ഖൈറായ മറ്റൊരു കാര്യം ഞാൻ നിർദ്ദേശിച്ചാലോ? അപ്പം അവർ പറഞ്ഞു, താങ്കൾ പറയും, നിങ്ങൾ അല്ലാഹുവിലും റസൂലും വിശ്വസിക്കുന്നോ ചോദിച്ചു. അപ്പോൾ അവർ വിശ്വസിച്ചിട്ടുണ്ട്. ഷാഹിദ് വലിയ ആളാണ്, മോമിനത്താണ്. എന്നാൽ നിങ്ങളുടെ യജമാനന് ഈ നിങ്ങൾ കരാർ ചെയ്ത 9 ഊക്കിയ ഞാൻ കൊടുക്കാം. അങ്ങനെ ഞാൻ നിങ്ങളെ ഇത്ഖ് ചൊല്ലി നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാം. അപ്പോൾ അവരുടെ പ്രതീക്ഷ അതാണ്. പറയാൻ നിവൃത്തിയില്ല, എന്നിട്ട് അത് പറയാൻ വയ്യല്ലോ എന്നുള്ള ആൾക്കാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് ചോദിച്ചാൽ, ഒരു ഭാര്യയും കൂടി കൂട്ടുക എന്ന ആഗ്രഹമല്ല, മറിച്ച് ദീർഘകാലം ഹറമ് ഭരിച്ച ഖുസാഅത്തുകാരുടെ പ്രമുഖ ഉപവിഭാഗമാണ് ബനുൽ മുസ്തലഖ്. അവരൊന്നിച്ച് അടിമകളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ കുടുംബം എന്ന നിലക്ക് മോമിനീങ്ങൾ എല്ലാവരും അവരെ സൗജന്യമായി മോചിപ്പിക്കും. അപ്പോൾ ഒരു ഗോത്രത്തിന് ഒന്നിച്ച് വലിയൊരു അനുഗ്രഹം ലഭിക്കാൻ ഈ ഒരു പെൺകുട്ടി കാരണമാവുമല്ലോ, അതല്ലേ ഖൈറ്. അവർ പറഞ്ഞു, ഞാനത് ആഗ്രഹിക്കായല്ല, എനിക്ക് പറയാമെന്ന് പറഞ്ഞില്ലല്ലോ, എനിക്ക് സന്തോഷമാണ്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 9 ഊക്കിയ സ്വർണം തൂക്കി ബഹുമാനപ്പെട്ട ഷമ്മാസ് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തു. അവരെ ചൊല്ലി അവരെ വിവാഹം കഴിച്ചു, നിക്കാഹ് ചെയ്തു. അവരുമായി ആദ്യ രാത്രി പങ്കിട്ടു. പിറ്റേന്നാണ് സദ്യ. അങ്ങനെയാണ് സാധാരണ സുന്നത്തായ പൂർണ്ണരൂപം. നിക്കാഹ് കഴിഞ്ഞ ഉടനെ സദ്യ കൊടുക്കാം, എങ്കിലും വലീമത്ത് സദ്യ ശരിക്ക് ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിൽ ആദ്യ രാത്രി പങ്കിട്ടതിന് ശേഷമായിരിക്കലാണ് ഏറ്റവും അഫ്ളൽ. പിറ്റേന്ന് സഹാബാക്കളെയൊക്കെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിവാഹ സദ്യ. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവരെയും അറിയിക്കുക. അപ്പോൾ ബനുൽ മുസ്തലഖുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ കുടുംബമാണ് എന്ന് വരുമ്പോൾ തീർച്ചയായും ഒറ്റ മോമിനായ മനുഷ്യനും അവരെ പിന്നെ അടിമയായിട്ട് വെക്കൂല.
അങ്ങനെ ഈ സദ്യക്ക് വന്ന് എല്ലാവരും മനസ്സിലാക്കി അസ്ഹാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ഭാര്യ കുടുംബം. ആ ഒരൊറ്റ ദിവസം കൊണ്ട് നൂറുകണക്കിന് ആളുകൾ വരുന്ന ബനുൽ മുസ്തലഖുകാരെ മുഴുവൻ അടിമകളെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവിൻ്റെ പേരിലും സഹാബത്ത് ഒന്നിച്ച് മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഒരു ഗോത്രത്തിൽ ഇവർക്ക് കൊണ്ട് കിട്ടിയതുപോലെ ബർക്കത്ത് കിട്ടിയ വേറൊരു സ്ത്രീ ചരിത്രത്തിൽ കാണുകയില്ല. അത്രയും വലിയ ബർക്കത്താണ്. അവരുടെ പേര് ബറത്ത് എന്നായിരുന്നു, ബറത്ത് എന്നായിരുന്നു പേര്. പക്ഷെ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമല്ല. രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഭാര്യമാര് കല്യാണം കഴിക്കുമ്പോഴൊക്കെ ബറത്ത് എന്നുള്ള പേരാണ്. ആ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും നിലനിർത്തലില്ല, അത് മാറ്റില്ല. അങ്ങനെയാണ് അവർക്ക് ജുവൈരിയ എന്ന പേര് വന്നത്. ശരിക്കും വാപ്പെട്ട പേര് ജുവൈരിയ എന്നല്ല, ബറത്ത് എന്നാണ്. ജുവൈരിയ ബിന്തുൽ ഹാരിസ്, ജുവൈരിയ എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരൊക്കെ മോചിതരായി എന്ന് മാത്രമല്ല, ആ നാട്ടിൻ്റെ രാജാവായിരുന്ന ഹാരിസ് ഈ വിവരം അറിഞ്ഞു. അയാൾക്ക് വലിയ അഭിമാനമായി, വലിയ സന്തോഷമായി. സംഗതി എന്തായാലും അബ്ദുൽ മുത്തലിബിന്റെ പേരമകൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു, അത് അദ്ദേഹത്തിന്റെ ഹിദായത്തിന് വഴി തെളിഞ്ഞു. അങ്ങനെ അദ്ദേഹവും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് വന്നു. അദ്ദേഹം ഏതാനും മാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിച്ച് ഇസ്ലാമിന്റെ പ്രധാന കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആ പ്രദേശത്തേക്ക്, മുറൈസെ ഭാഗത്തേക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ദഅവത്ത് ചെയ്യാനും അവിടുത്തെ ഭരണകാര്യങ്ങൾ നിർവഹിക്കാനും, സക്കാത്ത് പിരിക്കുക, യുദ്ധങ്ങളുണ്ടെങ്കിൽ ഖുമുസ് പിരിച്ച് നബിതങ്ങളെ ഏൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു പ്രദേശം മുഴുവനും സുരക്ഷിതമാകാനും അതിലേറെ ആ പ്രദേശത്തിൽ മുഴുവനും ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിവാഹത്തിലൂടെ കാരണം. അവർ ഹിജറ 5 അവസാനത്തിൽ ആണ് ബന്ധനസ്ഥയാക്കപ്പെട്ടതെങ്കിലും 6 തുടക്കത്തിലാണ് വിവാഹം നടക്കുന്നത്. കാരണം യുദ്ധ കഴിഞ്ഞ് അടിമയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ യുദ്ധ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് വിവാഹം കഴിച്ചത്. അവർ 60 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ചുരുക്കി വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കട്ടെ. ഇത് ഏകദേശം ഇതേ കാലഘട്ടത്തിൽ ഹിജറ 6 മറ്റൊരു സംഭവം ഉണ്ടായി. ഹബിഷായി ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ച് ഹബിഷയിലേക്ക് ഹിജറ പോയി. കുറെ ആളുകൾ പോയി. ആ കൂട്ടത്തിൽ മക്കയിലെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രി റംല, മുഹബീബ എന്നാണ് വിളിപ്പേരെങ്കിലും ശരിക്കുള്ള പേര് റംലയാണ്. റംലയും അദ്ദേഹത്തിന് അവരുടെ ഭർത്താവുന്ന ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്, ഉഹദിൽ ഷഹീദായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരൻ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ദൗർഭാഗ്യവശാൽ ജാഹിലിയ കാലത്ത് സത്യാന്വേഷികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സത്യമന്വേഷിച്ച് അലഞ്ഞു നടന്ന് അങ്ങനെ ജൂതമതവും യഹൂദി മതവും നസ്രാനി മതവും ഒക്കെ പഠിച്ച് അതിലൊന്നും ശരിയായ ദീനില്ലെന്ന് കണ്ട് തിരിച്ചു വന്ന് അവസാനം ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയും റസൂലുമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. അദ്ദേഹവും പത്നിയാവുന്ന അബൂ സുഫിയാന്റെ പുത്രി റംലയും ഈ ഹിജറ പോയവരിൽപ്പെട്ടവരാണ്. ഹിജറ പോയി. പക്ഷേ അല്പം കഴിയുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ നാട്ടിൽ ഇസ്ലാമിന് വലിയ സ്വാധീനം വന്നു. ആളുകളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ മഹാഭൂരിപക്ഷം മുഹാജിറുകളും തിരിച്ചു മക്കയിലേക്ക് വന്നു. അക്കൂട്ടത്തിൽ പോരാതെ നിന്നവരിൽപ്പെട്ടവരാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള 70ഓളം ആളുകൾ. അവരുടെ കൂട്ടത്തിലായിരുന്നു ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷും
പത്നിയാവുന്ന റംലയും. അങ്ങനെ അവിടെ വെച്ചിട്ടാണ്, ഹബിഷയിലാണ് റംല എന്ന പേരിലുള്ള കുട്ടി ജനിക്കുന്നത്, അല്ല ഹബീബ എന്ന പേരിലുള്ള കുട്ടി ജനിക്കുന്നത്. അങ്ങനെ ഈ കുഞ്ഞിലേക്ക് ചേർത്തിയിട്ട് ഉമ്മു ഹബീബ എന്ന പേരിൽ പ്രസിദ്ധമായത് പിന്നീട്. അങ്ങനെ ദീർഘകാലം മുസ്ലിമായി ജീവിച്ച ഈ മനുഷ്യൻ അല്ലാഹുവിൻ്റെ ഖദാ എന്ന് പറയാം. നമ്മളൊക്കെ 5 വഖത്തിലും ഓരോ റക്അത്തിലും ഒഴിയാതെ 17 പ്രാവശ്യം ഫർളായിട്ട് ഓരോ മുഅ്മിനും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ട്. ഏതൊരാൾക്കും എപ്പോഴും ഹിദായത്ത് എടുത്തു കളയപ്പെടാം. ഇദ്ദേഹം ജാഹിലിയ കാലത്ത് തന്നെ തൗഹീദ് അംഗീകരിച്ച് മക്കാ മുശ്രിക്കുകളുടെ ദീൻ ശരിയല്ലെന്ന് വിശ്വസിച്ച് സത്യമന്വേഷിച്ച് തെണ്ടി തിരിഞ്ഞ് ലോകം മുഴുവൻ ചുറ്റി ഈ മനുഷ്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് മുസ്ലിമായി ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹബശയിലേക്ക് ഹിജ്റ പോയിട്ട് ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിലധികം അങ്ങനെ താമസിച്ചതിന് ശേഷം ഹിജ്റ 6-ാം വർഷത്തിൽ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ഇസ്ലാം ആദ്യകാലത്തൊന്നും മദ്യം നിരോധിച്ചിട്ടില്ലല്ലോ. ഇദ്ദേഹം മദ്യത്തിന് അഡിക്റ്റാണ്, നേരത്തെ തന്നെ മദ്യത്തിന് അഡിക്റ്റായതാണ്. പക്ഷെ അന്നത് തെറ്റല്ല. ഇസ്ലാം പടിപടിയായി പിൽക്കാലത്താണല്ലോ, പല ഘട്ടങ്ങളായി അവസാനം അല്ലാഹു തആല തീർത്ത് മദ്യം നിരോധിച്ചത്. ഇദ്ദേഹത്തിന് ഇസ്ലാമിൽ പടിപടിയായി മദ്യം നിരോധിച്ചിങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മടുപ്പ് വന്നു. യാതൊരു നിയന്ത്രണമില്ലാതെ ഇഷ്ടം പോലെ എങ്ങനെയും കുടിക്കാൻ പറ്റുന്ന നസറാക്കളുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അവിടുത്തുകാർ നസറാക്കളാണ്, ഹബശികളന്ന് നസറാക്കളാണ്. രാജാവ് മുസ്ലിമായി എന്നല്ലാതെ ആളുകളൊക്കെ നസറാക്കൾ തന്നെ, വളരെ ചുരുക്കം ആളുകളെ ഇസ്ലാം സ്വീകരിച്ചോളൂ കാലത്ത്. അങ്ങനെ ഒരു ദിവസം ഉമ്മു ഹബീബ എന്ന റംല സ്വപ്നത്തിൽ കാണാം തൻ്റെ ഭർത്താവ് അതിനീചവും നികൃഷ്ടവുമായ രൂപത്തിൽ രൂപഭേദം വന്ന് കണ്ടാൽ അറക്കുന്ന രീതിയിൽ ഭർത്താവിനെ സ്വപ്നത്തിൽ കാണുന്നു. അവർ വല്ലാതെ വിഷമിച്ചു. എന്താണ് സംഭവിച്ചത്? വലിയ സത്യാന്വേഷിയും മുവഹിദുമായ മനുഷ്യൻ എന്ത് പറ്റി? പക്ഷേ നേരം പുലർന്നപ്പോഴാണ് കാര്യത്തിൻ്റെ നിജസ്ഥിതി അവർക്ക് മനസ്സിലാകുന്നത്. എന്താ അറിയാൻ പറ്റുന്നത്? അവർ പറഞ്ഞു, ഉമ്മു ഹബീബ, ഞാൻ നേരത്തെ നബി തങ്ങൾ വരുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ഞാൻ നസാറയായിരുന്നു, നസറ മതം സ്വീകരിച്ചിരുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് നസാറ മതമാണ് ഹക്ക്. അതുകൊണ്ട് ഞാൻ ഇസ്ലാം കൈവെടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചെയ്യരുത്. ഇങ്ങനെ നിങ്ങൾ വളരെ നികൃഷ്ടവും നീചവുമായ ഒരു രീതിയിൽ രൂപമാറ്റം വന്നതായി ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ മാറ്റം ഒരിക്കലും ഗുണകരമല്ല. വലിയ പ്രത്യാഘാതം ഇഹലോകത്തും പരലോകത്തും ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. പക്ഷേ അദ്ദേഹം അത് അവഗണിച്ചു. അദ്ദേഹം നസ്രാനിയായി. എന്നാൽ അതിന് സുഖമായി ജീവിച്ചോ? ഇല്ല. അധികം താമസിയാതെ മദ്യം കഴിച്ച് അതിരുവിട്ട് റോഡ് സൈഡിലൂടെ വീണ് മരിച്ച് അങ്ങനെ അന്ത്യം സൂഉൽ ഖാത്തിമത്ത് വന്നു. അല്ലാഹു തആല നമ്മളെയൊക്കെ സൂഉൽ ഖാത്തിമത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആർക്കും വരാം. അതുകൊണ്ടാണ് നമ്മൾ 5 വഖത്തിലും ഈ 17 പ്രാവശ്യം പറയുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഇനി വഴി കാണിച്ചു തരണേന്നല്ല നമ്മളാ പറയുന്നതിൻ്റെ അർത്ഥം. നീ ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം കൊണ്ട് കാണിച്ചു തന്ന, എത്തിച്ചു തന്ന ആ ഹിദായത്തിൽ ഞങ്ങളെ നീ അവസാനം വരെ നിലനിർത്തി തരണമേ എന്നാണ് ഒരു മുസ്ലിമായ മനുഷ്യന് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. കാരണം ഏത് സമയത്ത് ഇത് നഷ്ടപ്പെട്ടു പോകാം. ഇങ്ങനെ ചെറിയൊരു പെൺകുട്ടി മാത്രമുണ്ട്, ബാക്കി കുടുംബങ്ങളാരും അവിടെ ഇല്ല. ഭർത്താവ് നസ്രാനിയായി മരണപ്പെട്ടു. ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പോഴും ആ വിശ്വാസത്തിൽ ഹിദായത്തിൽ ഉറച്ചു നിന്ന ഉമ്മു ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി ഇവരെ ഇപ്പോൾ തീർച്ചയായും കൈപ്പിടിക്കേണ്ട സന്ദർഭമാണ്. അവരുടെ പ്രത്യേക അവസ്ഥ, വിദേശത്ത് കുടുംബങ്ങളും ബന്ധുക്കളും ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്ന ഭർത്താവ് കൈവിട്ടു എന്ന് മാത്രമല്ല, അവരിങ്ങനെ ദൂഷിച്ചതേക്ക് അവസാനിക്കുകയും ചെയ്തു. ഒരു കൊച്ചു പെൺകുട്ടിയുമായിട്ട് വിദേശത്ത് താമസിക്കുന്ന അബൂ സുഫിയാന്റെ മോളാണ്. എന്തൊക്കെ പറഞ്ഞാലും ബനൂ ഉമയ്യക്കാര് അബ്ദുമനാഫിന്റെ മക്കളിൽപ്പെട്ട ആളുകളാണ്. അബ്ദുമനാഫിന്റെ മക്കളിൽപ്പെട്ട ആൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അപ്പോൾ അടുത്ത ബന്ധത്തിൽപ്പെട്ടവരും, എന്നാൽ മക്കയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ
ലീഡറുമാവുന്ന അബൂ സുഫിയാന്റെ മകളെ ഇപ്പോൾ സംരക്ഷിക്കണം എങ്കിൽ അത് സമുദായത്തിന് വലിയ നേട്ടത്തിന് വകയാവും. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിൽപ്പെട്ട ഒരു മഹാനെ അന്വേഷണത്തിന് രാജാവിനോട് തനിക്ക് മുഹബീബയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാളയച്ചു. കാരണം അവിടുത്തെ ഭരണാധികാരി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ വിവരം കിട്ടിയ ഉടനെ തൻ്റെ അടിമ സ്ത്രീയാവുന്ന അബ്രഹത്ത് എന്ന പേരിൽ അടിമ സ്ത്രീയുണ്ട്, അദ്ദേഹത്തിൻ്റെ വസ്ത്രം അലക്കി തേക്കുന്നതും സുഗന്ധങ്ങൾ പരിവിറ്റഴിക്കുന്നതുമായ ഒരു സ്ത്രീയാണ് ഈ അബ്രഹത്തിനെ മുഹബീബയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും അകന്ന ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ കാര്യം വക്കാലത്തേൽപ്പിച്ച് എൻ്റെ അടുത്തേക്ക് അറിയിക്കണം. അങ്ങനെ സയ്യിദ് ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അകന്ന ബന്ധത്തിൽ അവരുടെ ഒരു സഹോദരനായിട്ട് വരും. അവരെ ഏൽപ്പിച്ചു. അദ്ദേഹം രാജാവിൻ്റെ ദർബാറിൽ ഹാജരായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ 70 അംഗ ജാഫർ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഹാബത്തിനെയൊക്കെ വിളിച്ചുകൂട്ടി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഖുത്ബ നിർവഹിച്ചു. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ആസ് റളിയല്ലാഹു തആല ഖുത്ബ നിർവഹിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട അബിഷാ രാജാവ് അദ്ദേഹം സഹാബിയാകാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുഅ്മിനാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് പാത്രീഭൂതനാവുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വരാൻ അസൗകര്യമുണ്ട്, വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒന്ന് അങ്ങയുടെ കാല് കഴുകി തരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് അയച്ച് മകനെയായിട്ട് അയച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം സഹാബി അല്ലെങ്കിലും വലിയ മഹാനാണ്. അദ്ദേഹം 400 സ്വർണ്ണ നാണയം മഹർ കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കൊക്കെ 500 വെള്ളിയാണ് കൊടുക്കുക. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ 500 വെള്ളിയെ മഹർ വാങ്ങിയിട്ടുള്ളൂ. വലിയ ആളുകളാണെങ്കിലും കണ്ടമാനം മഹർ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വിവാഹ രംഗത്ത് പുണ്യമുള്ളതല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. എന്നാൽ ഇത് രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാഗം കൊടുത്തതായതുകൊണ്ട് 400 സ്വർണ്ണ നാണയമാണ് കൊടുത്തത്. അങ്ങനെ രാജാവ് നിക്കാഹ് കഴിച്ചു. അപ്പോഴും പോന്നിട്ടില്ല. ഇത് കഴിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെടുന്നത്. മദീനയുടെ വടക്ക് ഭാഗത്ത് മദീന എന്ന പുതിയ രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് യഹൂദികളും അവര് സഖ്യകക്ഷി എന്ന നിലക്ക് റോമാ ചക്രവർത്തിയുടെ കീഴിലുള്ള എല്ലാ നസാറ രാജാക്കന്മാരും ഗൂഢാലോചന നടത്തി പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. ഹുയയ് ഇബ്നു അഖ്തബിന്റെ നേതൃത്വത്തിൽ, നേരത്തെ മദീന ഒന്നും വിശദീകരിച്ച് പറയാൻ സമയമില്ല, മദീനയിൽ നിന്നിട്ട് നാട് കടത്തപ്പെട്ട ബനു നദീറിന്റെ നേതാവാണ് അയാൾ. അതോടുകൂടി ബനു ഖൈനുഖാവിന്റെയും നേതാവാണ് ഒരേ സമയത്ത്. അതേ സമയത്ത് ഉമ്മ ബന്ധത്തിൽ ബനു ഖുറൈളക്കാരുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട്. മദീനയിലുള്ള എല്ലാ അറബികളായ ഈ യഹൂദികളോടും ബന്ധമുള്ള എന്നാൽ അവരുടെ ഏറ്റവും വലിയ ലീഡറാവുന്ന ഹുയയ് ഇബ്നു അഖ്തബ് അയാളുടെ സ്വന്തം തലയിൽ നിന്ന് ഉടലെടുത്തതാണ് ഖന്തഖ് യുദ്ധം. ഓത്ത്ഫാനുകാരും ബനു ബക്കറുകാരും ഖുറൈശികളും ഉൾക്കൊള്ളുന്ന ഒരു വൻ പട, അതിൻ്റെ പുറമെ യഹൂദികളും. കൂട്ടത്തിൽ ഇയാളുടെ ചാരപ്പണി കൊണ്ടും നിരന്തരമുള്ള പ്രവർത്തനം കൊണ്ടും ബനു ഖുറൈളക്കാരും കൂടി കക്ഷി ചേർന്ന് ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ തഹ്തികും വമിൻ അസ്ഫല മിൻകും എന്ന് അല്ലാഹു തആല പറഞ്ഞേക്ക്. മുകളിൽ നിന്നിട്ടും താഴെ നിന്നിട്ടും ശത്രുക്കൾ വരുന്നതിൻ്റെ ഇടയിലുണ്ടായിരുന്ന മദീനത്ത് തന്നെ ഉണ്ടായിരുന്ന ബനു ഖുറൈളക്കാരും കൂടി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഈ ലോകത്തിൽ നിന്ന് പാടെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ അഹ്സാബ് യുദ്ധം, സഖ്യസൈന്യം എന്നാ പറയുക, പല ഗോത്രങ്ങൾ കൂടി സഖ്യം ചെയ്ത് ഈ ഹുയയ് ഇബ്നു അഖ്തബിന്റെ നേതൃത്വത്തിൽ ആണ് ഇത് മുഴുവനും.
അപ്പൊ എപ്പോഴും ഇസ്ലാമിന് സ്വാസ്ഥ്യം കെടുത്താൻ വേണ്ടി ശ്രമിച്ച അഹ്സാബ് യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടെങ്കിലും ഇനി ഒരു അന്തിമ ശ്രമം എന്ന നിലക്ക് അവര് റോമ ചക്രവർത്തിയുമായി കത്ത് മുഖേന ബന്ധപ്പെട്ട് റോമ സൈന്യത്തെ അയച്ചു കൊടുക്കാമെന്നും അവരും ഖൈബറിലെ യഹൂദികളും കൂടി മദീനയെ എന്നേക്കും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന വാർത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുറൈശികളുടെ ഭാഗത്ത് നിന്നൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. കാരണം ഖുറൈശികളുടെ രംഗത്ത് മുമ്പന്തിയിൽ നിന്നിരുന്നത് മഹാനായ അബൂ സുഫ്യാൻ റളിയല്ലാഹു തആല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ മോള് ഉമ്മു ഹബീബയെ വിവാഹം കഴിച്ചതോടുകൂടി, ഇപ്പോൾ വീഡിയോ ഒഴിച്ചില്ല എന്നാലും വേണ്ടി നിക്കാഹ് കഴിച്ചതോടുകൂടി ആ ഭാഗത്തു നിന്നുള്ള ഭീഷണി അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയുണ്ടായി, അവരിനി ഒരിക്കലും നമ്മളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരില്ല, ഒരു വേള നാം അങ്ങോട്ട് പോകേണ്ടി വന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഭീഷണി അവിടെ തീർന്നു. അപ്പൊ തെക്കൻ പ്രദേശം മദീന രാഷ്ട്രത്തിന്റെ തെക്ക് സുരക്ഷിതമായി. എന്നാൽ ഏറ്റവും വലിയ ഭീഷണി വടക്കാണ് ഖൈബർ ഉൾക്കൊള്ളുന്ന യഹൂദി വൻശക്തി. കോട്ടകളുടെ ഒരു നിര തന്നെ എടുത്തു പറയാൻ പറ്റുന്ന 5 വൻ കോട്ടകളാണ്. 2 മാസത്തോളം നിരന്തരം യുദ്ധം ചെയ്തിട്ടാണ് ഈ കോട്ടകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴടക്കി ഖൈബർ ഫതഹാകുന്നത്. അപ്പൊ എത്രമാത്രം ശക്തമാണ് അവരൊറ്റക്ക് നോക്കണം. എന്നിട്ട് അവരുടെ പുറമെ റോമ ചക്രവർത്തിയുടെ സഹായം തേടി റോമാ സൈന്യത്തെ കൂടി കൂട്ടി വന്നിട്ട് മദീനയെ ഇല്ലായ്മ ചെയ്യാനുണ്ട്. ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ സൈനികമായ ആ ദീർഘദൃഷ്ടി ഒരു വേള അയാളുടെ ശ്രമം വിജയിച്ച് റോമക്കാരും ഖൈബറുകാരും ഒന്നിച്ച് ഒരു കടന്നുകയറ്റം നടന്നാൽ മദീന തരിപ്പണമാവും. അതിൻ്റെ മുമ്പ് ഖൈബർ രണ്ടാലൊന്നായി തീരണം. എന്നാൽ പിന്നെ ഒരു ഇടത്താവളം റോമക്ക് ഇവിടെ കിട്ടൂല. അങ്ങനെ ഇവരെ അറിയിക്കാതെ അപ്രതീക്ഷിതമായാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെത്തുന്നത്. അവർ ഒരുങ്ങുന്നുണ്ട് എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അറിഞ്ഞതായോ തങ്ങൾ സൈനികമായൊരു നീക്കം നടത്തുന്നുണ്ടെന്നോ ഇങ്ങോട്ട് അവിടുത്തെ സൈന്യത്തോടൊപ്പം വരുന്നുണ്ട് എന്നുള്ള സൂചന പോലും അല്ലാഹു തആല അവർക്ക് കൊടുത്തില്ല. രാത്രി അവിടെ എത്തി തൊട്ടടുത്തുള്ള ഒരു കുന്നിൻ പ്രദേശമാണ്, അവിടെ ക്യാമ്പ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പട്ടണത്തിൽ പോകുമ്പോഴും അങ്ങനെയാണ്, നേരെ വന്നിട്ട് ആരോടും യുദ്ധം ചെയ്യലില്ല. രാത്രി ക്യാമ്പ് ചെയ്തിട്ട് ഫജ്റിന് ബാങ്ക് കേൾക്കുന്നുണ്ടോ, ആളുകൾ മാറ്റായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവിടെ യുദ്ധം നടക്കൂല. അങ്ങനെ ഒന്നുമില്ല അവിടെ. ഫജ്റില്ല, ഫജ്റിന് ബാങ്കില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല. കാരണം മുഴുവൻ യഹൂദികളാണ്. ഒരു വിവരവും അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് പട്ടണത്തിലേക്ക്, ഇവരുടെ ഖൈബർ പട്ടണത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒന്നും അറിയാതെ അവര് കൊട്ടയും കൈക്കോട്ടും കത്തിയും പിക്കാസുമായി വലിയ തോട്ടം, അന്നും അങ്ങനെ തന്നെ വലിയ തോട്ടപ്രദേശം, ഇഷ്ടംപോലെ വെള്ളമുള്ള തോട് ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ഉപ്പ് പോയപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കണ്ട് തോട് വെള്ളം ഇങ്ങനെ ഉറവായിട്ട് ഒലിച്ചു പോവുകയാണ്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നല്ല കൃഷിസ്ഥലമാണ്, ധാരാളം ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട്. അപ്പൊ ഈ കൃഷിപ്പണിക്ക് ഇറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൈന്യങ്ങളും തക്ബീർ ചൊല്ലിക്കൊണ്ട് പ്രവേശിക്കുന്നത്. ഏതായാലും അതിൽ ചരിത്രമൊന്നും പറയാൻ സമയമില്ല. ഏതായാലും 2 മാസം നീണ്ടു നിന്ന് ഒന്നിൻ്റെ പുറകെ ഒന്നായി അതിൻ്റെ പുറകെ മറ്റൊന്നായി എല്ലാ കോട്ടകളും കീഴടക്കപ്പെട്ടു. ഇതിനിടക്ക് ഇതിന് മുഴുവനും ചൂട്ടുപിടിച്ച് മുന്നിൽ നിന്ന ഹുയയ് ഇബ്നു അഖ്തബ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ പുത്രിയാവുന്ന ഹഫ്സയെ, ഈ സഫിയയെ കല്യാണം കഴിച്ചിരുന്നത് കിനാനത്ത് എന്ന പേരിൽ അവിടുത്തെ ഏറ്റവും പ്രമുഖ കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവായിരുന്നു. അദ്ദേഹവും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ധാരാളം ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ബാക്കി ഏറ്റവും കൂടുതൽ ഗനീമത്ത് കിട്ടിയ, കാരണം അത്ര വലിയ സമ്പന്നരാണ്, എല്ലാ കോട്ടകളും കീഴടങ്ങി വലിയ ഗനീമത്ത് കിട്ടി ധാരാളം ആളുകൾ ബന്ധനസ്ഥരാക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ ഹുയയ് ഇബ്നു അഖ്തബിന്റെ മകൾ കിനാനത്തിന്റെ പത്നിയായിരുന്ന, അന്ന് അവർക്ക് കേവലം 18 വയസ്സായിട്ടുള്ളൂ.
അതിനു മുമ്പ് ആദ്യം ഒരു ഭർത്താവ് വിവാഹം കഴിച്ചു, അയാൾ മരണപ്പെട്ടു പോയതാണ്. അതിൻ്റെ ശേഷമാണ് കിനാനത്ത് കല്യാണം കഴിച്ചത്. അയാൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. സഫിയ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഹിതത്തിൽപ്പെട്ട ആളാണ്. ഗനീമത്ത് ഊരി വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരിച്ച് മാറ്റിവെക്കുന്ന സഫിയ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിലായിരുന്നു. അതിന് കാരണം സഹാബത്തെല്ലാം പറഞ്ഞു, ബനു ഖുറൈളക്കാരുമായും ബനു നദീർകാരിയായതോടുകൂടി ബനു ഖൈനുഖാവുമായിട്ടും ബന്ധമുള്ള 3 ഗോത്രങ്ങളുമായിട്ട് ബന്ധമുള്ള ഏറ്റവും വലിയ നേതാവായിരുന്ന ഹുയയ് ഇബ്നു അഖ്തബിന്റെ മകളാണ്, അത് തങ്ങൾക്ക് തന്നെ ചേർച്ചയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഹിതത്തിൽപ്പെടുത്തി. അങ്ങനെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വിളിച്ചു, വളരെ സ്നേഹവാത്സല്യത്തോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കാരണം അവരെ വലിയ മാനസിക സംഘർഷത്തിലാണ്. ഭർത്താവ് കൊല്ലപ്പെട്ടു, വാപ്പ കൊല്ലപ്പെട്ടു, തൻ്റെ കുടുംബം നാമാവശേഷമാക്കപ്പെട്ടതുപോലെ പരാജയപ്പെട്ടു. ഇതിന് മുഴുവനും ഉണ്ടായ കാരണങ്ങൾ, ഈ ഹുയയ് ഇബ്നു അഖ്തബിന്റെ തലയിൽ നിന്നുണ്ടായ അയാൾ വലിയ പണ്ഡിതനാണ്. അതാണ് പ്രശ്നം. നേതാവ് മാത്രമല്ല, വലിയ പണ്ഡിതനാണ്. തൗറാത്ത് നന്നായി പഠിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സസൂക്ഷ്മം പഠിച്ച ആളാണ്. അള്ളാഹുവിൻ്റെ അവസാനം വരുന്ന തൗറാത്തും ഇഞ്ചീലും പ്രവചിച്ച നബിയാണെന്ന് 100% വിശ്വാസം. അത് സഫിയ ബീവി തന്നെ പറയുന്നുണ്ട്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്ന വാർത്ത കേട്ടപ്പോൾ എൻ്റെ വാപ്പ ഹുയയും എൻ്റെ പിതൃ എന്നെ അമ്രും, അവർ 2 പേരും വലിയ തൗറാത്ത് പണ്ഡിതന്മാരാണ്. ഇത് കേൾക്കുന്നത് ശരി തന്നെയാണോ, തൗറാത്ത് പറയുന്ന യഥാർത്ഥ നബിയാണോ എന്നറിയാൻ വേണ്ടി അതിരാവിലെ തന്നെ അവർ മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സംസാരിച്ചു. അവർക്ക് 100% ഉറപ്പായി. അങ്ങനെ അവർ തിരിച്ചു വരുന്നത് വൈകിട്ട് രാത്രിയാവുന്ന സമയത്താണ്. അവർ പറയുന്നുണ്ട്, സഫിയാബി പറയുന്നുണ്ട്, വന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് പോയ സന്തോഷമില്ല, ഉന്മേഷമില്ല, എന്തോ നഷ്ടപ്പെട്ടതുപോലെ വളരെ ചിന്തയിലും ദുഃഖത്തിലും അസ്വസ്ഥതയിലുമാണ് അവർ 2 പേരും കയറി വരുന്നത്. കുടുംബത്തിൽ എന്നെ ഉപ്പാക്കും വെളാപ്പാക്കും വലിയ സ്നേഹവും വാത്സല്യവുമാണ്. എവിടെ കണ്ടാലും വാരിയെടുത്ത് ഉമ്മ വെക്കുന്ന അത്രയും വാത്സല്യമായിരുന്നു എൻ്റെ വാപ്പക്കും എൻ്റെ എളാപ്പക്കും. ഞാൻ അവർ വരുന്നത് കണ്ടപ്പോൾ സാധാരണ പോലെ ചിരിച്ചുകൊണ്ട് അവരടുത്തേക്ക് ഓടി വന്നു. അവരെൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ചേയില്ല. എന്നിട്ട് കൂട്ടത്തിൽ എളാപ്പ വാപ്പയോട് ചോദിക്കുകയാണ്, ആ ഹുവ തൗറാത്തിൽ നമ്മൾ പറഞ്ഞ അവസാനം വരുന്ന നബിയുണ്ടല്ലോ, അവര് തന്നെ അല്ലേ? അദ്ദേഹം പറഞ്ഞു, അതാ ബലാ ഹഖ, സത്യമായിട്ടും അതെന്നെ. ഫമാ ശഅനുക, എന്താ നിങ്ങളെ വിഷയം? ഈ പ്രശ്നം അദാവതുഹു മാ ദുംതു ഹയ്യ, സത്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ എൻ്റെ നയം മരണം വരെ അദ്ദേഹത്തോട് ശത്രുത പുലർത്തുക എന്നതാണ് എൻ്റെ നയം. അങ്ങനെ എൻ്റെ വാപ്പയും എൻ്റെ എളാപ്പയും എന്നും നബി തങ്ങൾക്ക് ശത്രുക്കളാണ്. മറ്റുള്ള ഗോത്രങ്ങളെ നബി തങ്ങൾക്ക് എതിരിൽ ഇളക്കി വിടുക എന്നത് അവരുടെ ശൈലിയായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിച്ചു. അപ്പോൾ നബി തങ്ങളോട് നേരത്തെ തന്നെ എനിക്ക് മതിപ്പുണ്ട്, സ്നേഹമുണ്ട്. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ മുന്നിൽ ഞാൻ ഇഷ്ടമുള്ള രണ്ടാലൊരു കാര്യം നിനക്ക് ഓഫറായി തരാം. ഒന്ന്, നീ യഹൂദിയായിട്ട് തന്നെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിന്നെ ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രയാക്കാം. നിനക്ക് നിന്റെ നാട്ടിൽ നിന്റെ കുടുംബങ്ങളുമായി നിന്റെ സമുദായവുമായിട്ട് ജീവിക്കുന്നതിന് എനിക്കൊരു വിരോധമില്ല. പക്ഷെ ഞാൻ അടിമയായിട്ട് വെക്കൂല, ഞാൻ എത്തിക്കലി മോചിപ്പിച്ച് സ്വതന്ത്രയാക്കി നിന്റെ നാട്ടിലേക്ക് വിടാം. അതല്ല, നീ ഇസ്ലാം മതം സ്വീകരിക്കാൻ, അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിച്ച് ഞാൻ വിവാഹം കഴിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ പെടുത്താം. അതൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയതിന് ശേഷം ആണ് ഈ ഓഫർ പറയുന്നത്. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ യഹൂദി മതത്തെ വെറുത്താളാണ്. അന്ന് വാപ്പയും വളാപ്പയും ആ പറഞ്ഞ അന്ന് മുതൽക്ക് നിങ്ങളുടെ ദീന് ഹക്കാണ് എന്ന് എനിക്ക് ഉള്ളിൽ വിശ്വാസമുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാനോ പ്രഖ്യാപിക്കാനോ പറ്റുന്ന സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല.
നേരത്തെ തന്നെ ബോധ്യപ്പെട്ട ആ സത്യം ഞാൻ അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്നക അബ്ദുഹു വറസൂലുഹു. ഷഹാദത്ത് കലിമയിൽ വിശ്വസിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു നേതാവിൻ്റെ മകളെ നബി തങ്ങൾ പത്നിയാക്കിയാൽ, ഏതായാലും അറബികളാണല്ലോ അവര്, വർഗം ഇസ്രായേലിയാണെങ്കിൽ പോലും അറബികളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ സമുദായത്തിന്, ആ കുടുംബത്തിന് മൊത്തത്തിൽ എന്നോടുള്ള എതിർപ്പിനെങ്കിലും കുറവ് കിട്ടും. കുറേ ആളുകൾ അത് മുഖേന ഹിദായത്തിലേക്ക് വരാനും ഇസ്ലാം മതം സ്വീകരിക്കാനും കാരണമാവും എന്ന് മനസ്സിലാക്കി അവരെ ഇത്ഖ് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം സാധാരണ മറ്റു ഉമ്മഹാത്തുൽ മോമിനീങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ മഹർ കൊടുത്ത് വിവാഹം ചെയ്തു. മരണം വരെ വളരെ നബി തങ്ങളെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട്, പലപ്പോഴും 1-2 സംഭവങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും ഒറ്റ കാര്യം, അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായി പറ്റേ അവശനായി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എല്ലാവരും ഉണ്ട് ചുറ്റും. അക്കൂട്ടത്തിൽ സഫിയ റളിയല്ലാഹു തആല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബി തങ്ങളുടെ അപ്പോഴത്തെ ആ അനാരോഗ്യാവസ്ഥ കണ്ടിട്ട്. അവർ പറഞ്ഞു പോയി, നബിയേ, തങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ അവശതയും കഷ്ടപ്പാടും വിഷമമൊക്കെ അല്ലാഹു തആല എൻ്റെ തടിയിലേക്ക് തന്നിട്ട് തങ്ങളിതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പൊ മറ്റവരൊക്കെ ഇത് കേട്ടതിക്കണ്ടേ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ വല്ലാത്തൊരു ത്യാഗാണല്ലോ പറഞ്ഞത്. പക്ഷെ അവരിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ അത് ആ കിടക്കിൽ, മരണക്കിടക്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. അതൊരു കൊച്ചാക്കലാണ്. പറഞ്ഞ് കുറച്ച് കടന്നുപോയോ, എല്ലാ മോമിനും വേണ്ട തന്നെയാണത്. പക്ഷെ അവര് മറ്റോലെടുത്ത് ആളാകാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ഉള്ള നിലക്കാണ് അവരാ നമ്മൾ പറയാം കണ്ണി ചേർന്ന ഇങ്ങനെ കണ്ണിങ്ങനെയൊക്കെ അത് കണ്ട ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അടിയന്തരമായി എല്ലാവരും വായി കഴുകി കുലുക്കുയിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിപ്പോൾ വായു കഴുകി വൃത്തിയാക്കി വരാൻ? മിമ്മ യാ റസൂലല്ലാഹ്, ഞങ്ങളിപ്പോൾ തങ്ങളുടെ രോഗത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്ത് ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നുമില്ലല്ലോ. നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ ആ ചെയ്തത് മഹദിയായ സഫിയയെ കൊച്ചാക്കിയതാണ്. യഥാർത്ഥത്തിൽ വല്ലാഹി ഇന്നഹാ ലസാദിഖ, തങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ പറഞ്ഞത് 100% സത്യമാണ്. നിങ്ങളാരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അവരുടെ മനസ്സ് ഇപ്പോൾ ആത്മാർത്ഥമായി പറയുന്നത്, പടച്ചവനെ, ഈ വിഷമങ്ങളും അവശതയും രോഗമൊക്കെ എൻ്റെ തടിയിലേക്ക് നീ ഇങ്ങോട്ട് തന്നിട്ട് നിന്റെ ഹബീബിനെ സലാമത്താക്കിയെങ്കിൽ എന്ന് ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയേറെ സ്നേഹിച്ച മഹദി അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മറ്റെല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ വളരെ അങ്ങേയറ്റം ഇബാദത്തിലായി, പുറത്തെവിടെയും പോകാതെ രാപ്പകലില്ലാതെ ഇബാദത്തിലായി മുഴുകി ജീവിച്ചു. എന്നാൽ നല്ല അറിവ് കുറച്ച് കാലേ ഉള്ളൂവെങ്കിലും നല്ല അറിവ് സമ്പാദിച്ച മഹദിയാണ്. ധാരാളം ഹദീസുകളും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അധികവും സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്, ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടത്, വീട്ടിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് അധികവും അവരുടെ ഹദീസുകൾ. അങ്ങനെ മഹദി അവർകളെ പറ്റി തൻ്റെ സ്വന്തം അടിമ, ഒരു അടിമ സ്ത്രീയുണ്ട്, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികെ ചെന്നിട്ട് വെറുതെ ഫസാദ് ഏഷണി പറഞ്ഞിട്ടുണ്ടാക്കി, ഒന്നുമില്ലാതെ. എന്താ പറയുന്നത്? സഫിയ നമ്മളാ വിചാരിച്ചേക്കല്ല, അവരുടെ ഉള്ളിൽ ഇപ്പോഴും യഹൂദിയത്തുണ്ട്, അവർ ശരിക്കും മോമിനായിട്ടില്ല. എന്താ അങ്ങനെ പറയുന്നത്? അവര് നമ്മൾ വെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ അവർ ശനിയാഴ്ചയാണ് ആചരിക്കുന്നത്. യഹൂദികളാണ് ശനിയാഴ്ച ആചരിക്കുന്നത്. അതിൻ്റെ പുറമെ അവർ യഹൂദികൾക്ക് കൈയച്ച് സംഭാവന ചെയ്യുന്ന ആളാണ്. സംഗതി തെറ്റാണെന്ന് റളിയല്ലാഹു അറിയാം. കാരണം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരാണ് എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. അതിൽപ്പെട്ട ഒരു ഉമ്മുൽ മുഅ്മിനീന യഹൂദി മതം ബഹുമാനിച്ചുകൊണ്ട് നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ റളിയല്ലാഹുവിന് ഒരു ശൈലി ഉണ്ടായിരുന്നു. എത്ര വലിയ മഹാനെ പറ്റിയിട്ടും ഒരാരോപണം തന്നാൽ സത്യസന്ധമായി അന്വേഷണം നടത്തും.
അതൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ആരോപണം വന്ന അന്വേഷണം നടത്തും. അങ്ങനെ ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല അന്നയോട് അന്വേഷിച്ചു. ഇങ്ങനെ പറയുന്നല്ലോ, നിങ്ങൾ ശനിയാഴ്ച ആചരിക്കുന്ന കൂട്ടത്തിലാണോ? അവർ പറഞ്ഞു, വല്ലാഹി വെള്ളിയാഴ്ച ഈദ് ദിവസമായ അള്ളാഹു പ്രഖ്യാപിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഞാൻ പ്രവേശിച്ച അന്ന് മുതൽ ശനിയാഴ്ചക്ക് ഒരു പ്രത്യേകതയും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിലവെച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. ഞാൻ ആ മതത്തെയും അതിൻ്റെ ആചാരങ്ങളെയും വിട്ട് ഇസ്ലാം അംഗീകരിക്കുകയും ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളെ ആചരിക്കുകയും ചെയ്യുന്ന ആളാണ്. രണ്ടാമത് പറഞ്ഞു, യഹൂദികൾക്ക് കൈയച്ച് സംഭാവന ചെയ്യുന്നു. അത് ഒരർത്ഥത്തിൽ ഉണ്ടെന്ന് പറയാം, ഒരർത്ഥത്തിൽ ഇല്ലെന്നും പറയാം. അതായത് ഇവരുടെ ഒരു സഹോദരി പുത്രനുണ്ട്, നേരെ ജ്യേഷ്ഠത്തിയ. ഈ ജ്യേഷ്ഠത്തി മരിച്ചുപോയി, അതിലൊരു മോനുണ്ട്. അയാൾ ഇപ്പോഴും യഹൂദിയ, പക്ഷേ സാമ്പത്തികമായി വല്ല വിഷമം അനുഭവിക്കുന്ന ആളാണ്. ഇയാൾക്ക് പലപ്പോഴും സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കാറുണ്ട്. അത് പറഞ്ഞു, എൻ്റെ കുടുംബം, ഞാൻ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്, നിങ്ങൾക്കറിയാമല്ലോ. അവർ മറ്റൊരു മതത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും കുടുംബ ബന്ധത്തിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തം സഹോദരിയുടെ മകൻ, അവൻ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ അവന് ഞാൻ ചില സഹായങ്ങളൊക്കെ സാമ്പത്തികമായി ചെയ്തു കൊടുക്കാറുണ്ട്. അത് യഹൂദി മതത്തെ ആചരിച്ചുകൊണ്ടല്ല, യഹൂദികളെ ബഹുമാനിച്ചുകൊണ്ടുമല്ല, മറിച്ച് എൻ്റെ രക്തബന്ധം പരിഗണിച്ചുകൊണ്ട് എൻ്റെ രക്തത്തിൽപ്പെട്ട ഒരാൾ പട്ടിണിയും പരിവട്ടവുമായി കിടക്കുമ്പം പുറമേക്ക് ചെയ്യുന്ന സദഖയേക്കാൾ നല്ലത് അതാണല്ലോ എന്നുള്ള നിലക്ക് ഞാൻ ചില സഹായങ്ങളൊക്കെ ആൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൽ യാതൊരു കുഴപ്പമില്ല. തന്നെയല്ല, വഫാത്തിൻ്റെ സമയത്ത് തൻ്റെ സ്വത്തിൻ്റെ 1/3, അങ്ങനെയാണല്ലോ വസിയത്ത് ചെയ്യാൻ അവകാശമുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ സ്വത്തിൻ്റെ 1/3 വരെ വസിയത്ത് ചെയ്യാൻ അവകാശം. ഈ സഹോദരിയുടെ പുത്രന് ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ സ്വത്തിൻ്റെ 1/3 വസിയത്തായി പറഞ്ഞിരുന്നു. അങ്ങനെ മരണമൊക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സഹാബാക്കളിൽ ഭൂരിപക്ഷവും അയാൾ അന്യമതക്കാരനാണ്. കാര്യം ഇവരുടെ സഹോദരൻ്റെ മോനാണെങ്കിൽ പോലും അന്യമതക്കാരനാണ്. തന്നെയല്ല, അയാൾ ഹിജാസിലില്ല, താനും പുറത്തുള്ളത്. അപ്പൊ ഭൂസ്വത്തും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അത് കൊടുക്കേണ്ടതില്ല എന്നൊരു നയം സ്വീകരിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇതിൽ ഇടപെട്ടു. അങ്ങനെ പറയാൻ പാടില്ല. ഒരാൾക്ക് വസിയത്ത്, അനന്തരാവകാശം ഇല്ലാത്തവർക്കാണ് വസിയത്ത് അല്ലാഹു തആല അനുവദിച്ചത്. മറ്റൊരു മതക്കാരനായതുകൊണ്ട് അയാൾക്ക് അനന്തരം കിട്ടൂല, ഇളയമാന്റെ സ്വത്തുനിന്ന് അനന്തരം കിട്ടൂല. പക്ഷേ കുടുംബക്കാരൻ എന്ന നിലക്ക് വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് നടപ്പിലാകും. വസിയത്ത് ചെയ്യുന്നിടത്ത് മുസ്ലിങ്ങളോട് ഹർബി അല്ലാതിരിക്കണം എന്നതല്ലാതെ മുസ്ലിം ആവണം എന്ന് ഇസ്ലാമിൽ എവിടെയും ഖുർആനിലും സുന്നത്തിലും ഷർത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വസിയത്ത് നടപ്പിലാക്കണമെന്ന് ശക്തിയായി വാദിക്കുകയും അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്തത് മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല. അങ്ങനെ ഭൂസ്വത്തുള്ളത് പക്ഷേ കൊടുക്കാൻ വയ്യ. കാരണം എന്താ? ഹിജാസ് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും ഹിജാസിൽ മറ്റൊരു സമുദായക്കാരന് ഭൂസ്വത്ത് വാങ്ങിക്കൂടാ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹിജാസിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നാട് കടത്തിയതോടുകൂടി ആ നിയമം നിലവിലായി. അപ്പൊ അതിന് വില കെട്ടിയിട്ട് അതിൻ്റെ കാശ് കൊടുക്കുകയാണ് ചെയ്തത്. മഹദി അവർകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ജിവാറിലേക്ക്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി പദത്തിലേക്ക്, സ്വർഗലോകത്തേക്ക് കടന്നുപോയത് ഹിജ്റ 50-കളിൽ, 60-ന് മുമ്പായി 50-കളിലായി. ഇവർക്കാർക്കും സന്താനങ്ങൾ ജനിച്ചിട്ടില്ല. കൂടുതൽ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം ചുരുക്കിയാണ്. ഈ ഹൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ, ഹൈബർ യുദ്ധത്തിന് പോകുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബശ ചക്രവർത്തിക്ക് ഒരാളെ വിട്ട് ഒരു സന്ദേശം കൊടുത്തു. നേരത്തെ മക്കയിൽ നിന്ന് വന്ന് നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന മുഹാജിറുകളായ മോമിനീങ്ങളെ അടിയന്തരമായി മദീനയിലേക്ക് അയക്കണം. ഇന്ന് ഞങ്ങൾക്കൊരു രാഷ്ട്രമായി, രാജ്യമായി, ഭരണമായി, സൗകര്യങ്ങളായി ഞങ്ങളിവിടെ സുരക്ഷിതരാണ്. അതുകൊണ്ട്
അഭയാർത്ഥികളായി വന്ന അവരെ ഇങ്ങോട്ട് അയക്കണം. കൂട്ടത്തിൽ അവര് തന്നെ, അദ്ദേഹം തന്നെ നിക്കാഹ് ചെയ്തു കൊടുത്ത മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയും കൂട്ടത്തിൽ അയക്കണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഹൈബർ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തലും ജാഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉമ്മുൽ ഹബീബ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള 70 അംഗ സംഘം വന്നതും രണ്ടും ഒരേ സമയത്താണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ലാ അദ്രി അബി ഫത്തി ഹൈബറ അം ബിഖുദൂമി ജാഫർ. ഞാൻ ഏറെ സന്തോഷിക്കുന്നത് ഹൈബർ ഫത്തിലാണോ അതല്ല ബഹുമാനപ്പെട്ട ജാഫർ ബിൻ തോലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഗമനത്തിലാണോ എന്ന്. രണ്ടും കൂടി ഒരേ സമയത്ത് തന്നെ മദീനയിൽ എത്തുമ്പോൾ, വിജയം കഴിഞ്ഞ് മദീനത്തിലും ഈ സംഘങ്ങൾ വരും. അവിടെ മുതൽക്കാണ് ബഹുമാനപ്പെട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് വീട് കൂടുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് നിക്കാഹ് യഥാർത്ഥത്തിൽ സഫിയ ബീവിയുടെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഹബശയിലാണ് അവരുള്ളതെന്ന് മാത്രം. സഫിയ ബീവിയുമായി നിക്കാഹ് കഴിഞ്ഞ് വീട് കൂടി തിരിച്ചെത്തിയതിനു ശേഷമാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ വീട് കൂടുന്നത്. അവരെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ ഉദാഹരണമായ ഒരുപാട് സംഭവങ്ങൾ പറയേണ്ടതൊന്നും പറയാൻ സമയമില്ലാത്തതോട് ചുരുക്കി പറഞ്ഞാൽ, നമുക്കൊക്കെ അറിയുന്നത് പോലെ ഹുദൈബിയ സന്ധി 10 വർഷത്തേക്ക് പരസ്പരം യുദ്ധമില്ലാ കരാറായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുമായി. കൂട്ടത്തിലുണ്ടായിരുന്ന വ്യവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സഹകരണ കരാറിൽ ഏർപ്പെടാൻ ഏത് ഗോത്രത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കരാറിൽ ഏർപ്പെട്ടാൽ ഈ കരാറ് ഖുറൈശികളുമായി ചെയ്ത കരാർ അവർക്കും ബാധകമായിരിക്കും. അതുപോലെ തന്നെ ഖുറൈശികളുമായി ഏത് ഗോത്രത്തിനും സഹകരണ കരാറിൽ ഏർപ്പെടാം. അങ്ങനെ ഏർപ്പെട്ടാൽ ഖുറൈശികൾക്ക് ബാധകമാവുന്ന ഈ വ്യവസ്ഥ അവർക്കും ബാധകമാണ്. ഇത് ഹുദൈബിയ കരാറിന്റെ ഒരു വ്യവസ്ഥയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഖുസാഅത്തുകാര് സന്ധി ചെയ്തു. അവർ പഴയ കാലത്തെ ബനൂ ഹാശിമുകാരുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളാണ്. എന്നാൽ ബനൂ ബക്കറുകാരാണെങ്കിൽ ഖുറൈശികളുമായിട്ടും കരാർ ചെയ്തു. ഇവർ രണ്ടും, ഈ ഖുസൈത്തുകാരും ബനൂ ബക്കറുകാരും എപ്പോഴും കുഴപ്പമാണ്. അങ്ങനെ കരാർ കഴിഞ്ഞ ഒരു കൊല്ലം കഴിയുന്നതിൻ്റെ ഇടക്ക് ഖുസൈത്തുകാരും ബനൂ ബക്കറുകാരും തമ്മിൽ പൂർവ്വ പക വീട്ടാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിന് ഒരുങ്ങുമ്പം അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള ഖുറൈശി നേതാക്കളോട് ഇവർ സഹായം അഭ്യർത്ഥിച്ചു. നിയമപ്രകാരം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ആയുധം ധാരാളമായി കൊടുത്തു. കുറെ അപ്രശസ്തരായ പടയാളികളെയും കൊടുത്തു, പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാത്ത എനിക്കുള്ള. അപ്പൊ ആയുധം കൊടുത്തും ആളെ കൊടുത്തും ബനൂ ബക്കറുകാരെ ഖുസാഅത്തിനെതിരിൽ സഹായിച്ചു. കരാറിന്റെ വ്യവസ്ഥക്ക് വിരുദ്ധമാണത്. അപ്പൊ നബി തങ്ങളോട് യുദ്ധത്തിന് വന്ന നിയമമായി, നബി തങ്ങളുടെ സന്ധി ചെയ്ത ആളുകളുമായി യുദ്ധം ചെയ്തു. ഈ വ്യവസ്ഥ നബി തങ്ങൾ അറിഞ്ഞു എന്നിവർക്ക് ലീക്കായപ്പോ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ മദീനത്തോടോ യുദ്ധം ചെയ്യാനുള്ള കഴിവ് മക്കത്തിനില്ല. അപ്പോ ഒരു യോഗം കൂടി തീരുമാനിച്ചു, അടിയന്തരായിട്ട് മദീനത്ത് പോവുക. ആര് പോവുക? നബി തങ്ങളുടെ മോളെ കെട്ടിയ ഇയാളെ അബൂ സുഫിയാന്റെ മോളെ കെട്ടിയ ആളാണല്ലോ, പുതിയാപ്പിളയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മശാങ്ക പോവുക. എന്തായാലും അമ്മശാങ്കക്ക് ഒരു ബഹുമാനവും ആദരവും അംഗീകാരവും ഇല്ലാണ്ടിരിക്കൂല. അതുകൊണ്ട് നിങ്ങൾ പോവാ. നമ്മൾ പറയും നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ ഞങ്ങൾ വന്ന എന്തിനാന്ന് വെച്ചാൽ 2 കാര്യം. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിമായി വന്ന ആളുകളെ തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചു വരണ്ട, ഒന്ന്. മറ്റൊന്ന്, 10 കൊല്ലം എന്ന് പറഞ്ഞ കരാർ അത്ര പോരാ. അതുകൊണ്ട് 20 കൊല്ലാക്കി നമ്മൾ നീട്ടാം. ഈ 2 കാര്യത്തിന് എന്താ ഇത് പൊളിയാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവര് ചോദിച്ചു വാങ്ങിയൊരു അവകാശം വെറുതെ വിട്ടുകൊടുക്കുകയും അതോടുകൂടി 10 ഉള്ളത് 20 ആക്കി നീട്ടാനും വേണ്ടിയിട്ട് അബൂ സുഫിയാനെ പറഞ്ഞയച്ചു. അബൂ സുഫിയാൻ ചെന്നു. മൂപ്പർക്കും നല്ല പ്രതീക്ഷയാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ നബി തങ്ങൾ പുതിയാപ്പിളയാണല്ലോ, മോളെ കെട്ടിയ പുതിയാപ്പിളയല്ലേ, മോള് മുഖേന എടുക്കാന്നൊക്കെ കരുതിയിട്ടായിരിക്കും സാധിച്ചത്. ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനോടും ഉണ്ടാ വയ്യ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങളില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അവരും പറഞ്ഞു, നിങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ കളിച്ച ചതിയന്മാരാണ്, കാരണം ചെയ്യാൻ പാടില്ലാത്ത ചെയ്തവരാണ്, ഇടപെടും. അവസാനം അലി റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചു. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവിടെ ഒരു രക്ഷയും കിട്ടും തോന്നുന്നില്ല.
നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളതടി രക്ഷപ്പെടണമല്ലോ. നിങ്ങൾ പരസ്യമായിട്ട് സഹാബത്ത് കൂടുന്നോടത്ത് നിങ്ങൾ പറഞ്ഞാളി, അയ്യുഹന്നാസ് ഇന്നു ആജർതു നഫ്സി, ഞാൻ എനിക്ക് അഭയം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഞാൻ മക്കത്തെ നേതാവാവുന്ന ഞാൻ എനിക്ക് അഭയം പ്രഖ്യാപിച്ചു പറഞ്ഞാൽ നടക്കോടോ ചോദിച്ചു. നടക്കോ നടക്കൂല എനിക്കറിയില്ല, അതിൻ്റെ അപ്പുറം ഒന്നും പറഞ്ഞുതരാൻ എന്നോട് കഴിയൂല, അത്രേ ഉള്ളൂ പറഞ്ഞു. എല്ലാ ബാബു അടഞ്ഞു. തങ്ങളൊന്ന് കണ്ട് സംസാരിക്കാൻ ഒരു സൗകര്യം കിട്ടണ്ടേ. അവസാനം എന്ത് ചെയ്തു? അറ്റ കൈ എന്നുള്ള ആൾക്ക് വീട്ടിൽ കയറി ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ചെന്ന് എന്തിനാ ഭാര്യ മുഖേനെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കാന്നുള്ള ആൾക്ക് കയറി ചെല്ലുമ്പം ആകെ ഒറ്റ റൂമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളൊക്കെ ഒറ്റമുറിയാ, വേറൊന്നുമില്ല. അതിൽ കിടക്കാൻ വേണ്ടി നബി തങ്ങൾക്ക് ചെറിയൊരു കട്ടിലും അതിലൊരു വിരിപ്പും ഉണ്ടാവും. ഇരിക്കാൻ വേറെ മേശയും കസാലിയൊന്നുമില്ല, അതെന്നെ. ഇദ്ദേഹം കയറി ചെന്ന് ഈ കട്ടിലിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കണ്ടപ്പോൾ മോള് ഓടി വന്നിട്ട് ആ വിരിപ്പെടുത്ത് വെച്ചു. എന്നാ ഇതുവരെ ബാക്കി ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ഒന്നും സഹായം ചെയ്തു കൊടുത്തില്ലാന്നല്ലാതെ. സ്വന്തം മകളെ വീട്ടിൽ ചെന്നിട്ട് കട്ടിലിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കട്ടിലിൽ വിരിച്ച വിരിപ്പ് മാറ്റി. ഓ മോളെ, മക്കയിലെ വലിയ നേതാവാവുന്ന എനിക്ക് ഇരിക്കാൻ മാത്രം പറ്റുന്നതല്ല ആ വിരിപ്പ് എന്നത് കൊണ്ടാണോ എൻ്റെ മോള് ആ വിരിപ്പ് മാറ്റിയത്? അല്ല ഞാൻ അതിൽ ഇരുന്നൂടാന്ന് വെച്ചിട്ടാണോ? പാപ്പിന്നെയാണല്ലോ, ഒന്നും പറയാൻ വയ്യല്ലോ. പറഞ്ഞു ഇത് രണ്ടുമല്ല, മറിച്ച് അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന വിരിപ്പാണ്. ഇന്നക മുശ്രികുൻ നജസുൻ, നിങ്ങൾ മലിനമായ മുശ്രിക്കാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന വിരിപ്പിൽ മുശ്രിക്കാവുന്ന നിങ്ങൾ ഇരുന്നാൽ അത് പറ്റില്ല എന്നതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് പോരാന്നോ നിങ്ങളതിന് പറ്റൂല എന്നുള്ള ആൾക്കല്ല. ശിർക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അതിനാകെ പറഞ്ഞ് യാ ബുനയ്യ ഇന്നക്കി ഖദ് അസബ്തി ശർറാ ബഅദി, നമ്മളുമായിട്ട് പിരിഞ്ഞതിന് ശേഷം വല്ലാതെ മോശമായി പോയല്ലോ എന്നൊരു വാക്ക് പറഞ്ഞ് അദ്ദേഹം നിരാശനായി തിരിച്ചു പോവുക ചെയ്യുക. സംഭവം വേറെ മക്കമത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. മഹദിയായിരിക്കുന്ന ഉമ്മു ഹബീബ, അവര് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണ്. പിന്നീട് പിൽക്കാലത്ത് ഖലീഫ ഹസൻ റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്തതോടുകൂടി മുസ്ലിങ്ങളുടെ ഖലീഫയായി ഇജ്മാ കൊണ്ട് അംഗീകരിക്കപ്പെട്ട മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരനാണ്. പക്ഷേ ഉമ്മ രണ്ടും വേറെയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് പണ്ട് നമ്മൾ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരള് ചവച്ച് തുപ്പിയ ഹിന്ദ്. അവരും പിന്നെ സഹാബിയത്തായി വലിയ ഭാഗ്യവതിയാണ്. അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. എന്നാൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വേറെ, രണ്ട് ഭാര്യമാരാണെങ്കിലും വാപ്പൊത്ത സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ടവരായതുകൊണ്ട് വലിയ ഫിത്ന വന്ന സമയത്ത് ജനങ്ങളെ ശാന്തരാക്കി ഫിത്നയിൽ നിന്നിട്ട് ജനങ്ങളെ പിരിച്ചയക്കാൻ വേണ്ടി അവര് ഒരു നല്ല ശ്രമം നടത്തി നോക്കിയിട്ടുണ്ട്. ആ ശ്രമം പക്ഷേ അള്ളാഹുവിലും റസൂലും വിശ്വസിക്കാത്ത യഹൂദി തലച്ചോറുള്ള ആളുകളെ നിയന്ത്രിക്കുന്ന ഫിത്നയായതുകൊണ്ട്, ബാക്കിയുള്ള വിവരം കുറഞ്ഞ ജാഹിലീങ്ങളും ആയതുകൊണ്ട് അവര് മഹദിയായിരിക്കുന്ന ഉമ്മു ഹബീബയെ പോലും അവഹേളിക്കാൻ ശ്രമിച്ചപ്പോൾ അവരാ ശ്രമത്തിൽ നിന്നിട്ട് പിന്മാറിയെങ്കിലും തൊട്ടുള്ള വീടായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് സഫിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഒരു പാലം നിർമ്മിക്കുകയും അതിലൂടെ പലപ്പോഴും അവർക്ക് ഒരു നേരത്തെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആട്ടെ, അവരും ഈ 9 ആളിൽപ്പെട്ട ഒരാളാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ലുബാബത്തുൽ കുബ്രയുടെ സഹോദരി. ബഹുമാനപ്പെട്ട
മൈമൂന റളിയല്ലാഹു തആല അൻഹ. അവരുടെ പേരും നേരത്തെ ജുവൈരിയ ആക്കി മാറ്റിയതുപോലെ ബർറനെ മാറ്റിയതുപോലെ ഇവരും ബർറേനു. ആ ബർറയും മാറ്റിയിട്ട് മൈമൂനയാക്കിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ അനുജത്തിയാണ്. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ വിവാഹം കഴിച്ചിരുന്ന സൈനബ ബിൻത് ഖുസൈമയുടെ ഉമ്മൊത്ത സഹോദരിയുമാണ്. ഉമ്മ ഒന്നാണ്, വാപ്പ രണ്ടാണ് അത്ര. ഇവര് നേരത്തെ ഒരു വിവാഹം കഴിച്ചു, ആ ഭർത്താവ് മരണപ്പെട്ടു. പിന്നീട് ഒരു ഭർത്താവ് വിവാഹം കഴിച്ചു, ആ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താക്കന്മാരില്ലാതെ നിൽക്കുന്ന സമയത്താണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 7 ഉംറത്തുൽ ഖളാഇന് വരുന്നുണ്ട് എന്ന വാർത്ത കേട്ടത്. ഈ വാർത്ത കേട്ട സമയത്ത് അവര് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുഖേനയും ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മുഖേനയും, ജഅഫർ ബിൻ അബി ത്വാലിബിന്റെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് ഇവരുടെ ഉമ്മത്ത് സഹോദരിയാണ്. അപ്പോൾ ജഅഫർ റളിയല്ലാഹു തആല അൻഹു മൂത്തച്ഛനാണ്, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മൂത്തച്ഛനാണ്. അപ്പൊ ഇളച്ചി അവർ രണ്ടാളെ അവര് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പക്ഷേ തങ്ങൾ നിക്കാഹ് കഴിക്കുക, അതല്ലെങ്കിൽ തന്നെ താൻ ഹിബത്ത് കൊടുക്കുക. മോമിനത്തിന് വഹാബത്ത് നഫ്സഹാലി നബി എന്ന ആയത്തുണ്ടല്ലോ, അതിൽപ്പെട്ട ആളാണ് ഇവര് എന്ന അഭിപ്രായം മൈമൂന ബിവി എന്ന് ചില അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയും നിക്കാഹ് ചെയ്യുകയും ചെയ്തു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1500 സഹാബക്കളും കൂടി ഹിജ്റ 7 ഉംറത്തുൽ ഖളാഇന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഉംറത്തുൽ ഖളാഇന് ഉംറ കഴിഞ്ഞാൽ 3 ദിവസം വരെ മക്കയിൽ നിൽക്കാം എന്ന് വ്യവസ്ഥ ഉണ്ട്. അങ്ങനെ മക്കയിൽ നിൽക്കുന്ന 3-ാം ദിവസമായപ്പോ ഇവരുടെ പ്രതിനിധി, മുശ്രിക്കുകളുടെ പ്രതിനിധികൾ വന്നിട്ട് പറഞ്ഞു, നമ്മളെ കരാർ പ്രകാരമുള്ള 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടിയന്തരമായും പോയിക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ നിന്ന് ഞാൻ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്, നിക്കാഹ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ദിവസം കൂടി നിങ്ങൾ എനിക്ക് അനുവദിച്ചു തരികയാണെങ്കിൽ ഞാൻ ഒരു നല്ല സദ്യ തരാം, ആ സദ്യ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കോളാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ നബി തങ്ങളുടെ അവകാശമാണ് മക്ക, ഹറം. കാരണം എന്താ വെച്ചാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട നേരെ ശുദ്ധ തറവാടിയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പട്ടണമാണ് മക്ക എന്ന് പറയുന്നത്. ഏതായാലും ആട്ടെ, തൽക്കാലം അതിന് അല്ലാഹു തആല അവർക്ക് കൊടുത്തും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് കടക്കാനയക്കാതെ ഉംറക്ക് വന്നോടത്ത് തിരിച്ചു വിട്ടത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറം മുശ്രിക്കിന് നിഷിദ്ധമാക്കി ഖിയാമത്ത് നാൾ വരെ കയറാൻ പോലും പാടില്ല. അമ്രോണ് എന്നിട്ടല്ലേ കാലടി ചവിട്ടാൻ ഹറമിന്റെ അതിർത്തിയിലേക്ക് ഒരു മുശ്രിക്കിന് കാലി വെച്ചുകൂടാ എന്നുള്ള അവസ്ഥ ഈ നിലയ്ക്ക് വിഷമിപ്പിച്ചത് കൊണ്ടാണ്. നിങ്ങളെ സദ്യം വേണ്ട, കല്യാണം വേണ്ട, സ്ഥലം വിട്ടാൽ മതിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ കരാറ് പ്രശ്നമാക്കണ്ട എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. കൂട്ടത്തിൽ ആരെയും കൂട്ടി പുതുതായിട്ട് നേരത്തെ നിക്കാഹ് ചെയ്ത് വന്ന ഇവരിവിടെ വക്കത്താണ്, അവരെ കൂട്ടിയിട്ട് തൻഈം കഴിഞ്ഞിട്ടുള്ള ഇന്ന് നവാരിയ എന്നാണ് ആ പേര് അറിയപ്പെടുക, സെരിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്തേക്ക് പുറപ്പെട്ടു. ഇന്ന് ഒരു ടൗണാണ്, ആ ടൗണിൻ്റെ പേര് ഇന്ന് നവാരിയ എന്നറിയാം, അന്ന് സെരിഫ എന്നാ പറയാം. അങ്ങനെ വഴി അവിടെ ഇറങ്ങി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു തമ്പ് കെട്ടി കൂടെയുള്ള സഹാബാക്കളൊക്കെ പരിസരത്ത് ഇറങ്ങി. അവിടെ വെച്ചിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മൈമൂന റളിയല്ലാഹു തആല അൻഹുമായി വീട് കൂടുന്നത്. പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്കൊക്കെ വിവാഹ സദ്യ നടത്തി. അതിനുശേഷം തിരിച്ചു. ഇതിൽ കൂട്ടത്തിലൊന്ന് ഉണർത്താനുള്ളത്, ഹദീസിൽ മുഹദ്ദിസീങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ളതും അതോടുകൂടി അതുകൊണ്ട് തന്നെ മുജ്തഹിദീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസല ഇവിടെയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇളയമയാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവിയെ നിക്കാഹ് ചെയ്തത് ഇഹ്റാമിലാണ്. തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന ഫിൽ ഇഹ്റാം. അപ്പം വീട് കൂടുന്നത് ഇഹ്റാമിൽ പറ്റായികയുള്ളൂ, നിക്കാഹ് ഇഹ്റാമിലാവുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് ചില മദ്ഹബുകൾ വരാൻ കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഹദീസ് സഹീഹ് തന്നെ. പക്ഷേ അത് ശരിയല്ല.
നിക്കാഹ് കഴിക്കാനും പാടില്ല, കഴിച്ചു കൊടുക്കാനും പാടില്ല, വീട് കൂടാനും പാടില്ല എന്നതാണ് ഷാഫി മദ്ഹബ്. അതിന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മൈമൂന ബീവിന്റെ ഇടയിൽ ദല്ലാലിയായി പോയി ഈ കാര്യം കൈകാര്യം ചെയ്ത അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു. ഈ അബൂ റാഫി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവിയെ നിക്കാഹ് ചെയ്തപ്പോൾ വഹുവ ഹലാലുൻ, നബി തങ്ങൾ ഇഹ്റാം ചെയ്തിട്ടില്ല, നബി തങ്ങൾ ഇഹ്റാം ചെയ്തിട്ടില്ല, ഈ ഹലാലായ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവി വരുവായത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മദീനയിൽ നിന്നല്ല മക്കത്ത് നിന്ന്, മദീനയിൽ നിന്ന് കഴിഞ്ഞാണ് നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായപ്പോൾ കഴിഞ്ഞാണ്. പിന്നെ അതിന്റെ ശേഷമാണ് ഇഹ്റാം ചെയ്ത് പോകുന്നത്. വീട് കൂടിയത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ സെരിഫയിൽ വെച്ചിട്ടാണ്. അപ്പൊ വീട് കൂടിയതും ഹലാലായിട്ടാണ്, നിക്കാഹ് ചെയ്തതും ഹലാലായിട്ടാണ്. ഒന്ന്, ഒരു കാര്യത്തിൽ ഇടപെട്ട മധ്യസ്ഥൻ അറിയുമല്ലോ പ്രശ്നത്തിന്റെ വസ്തുത. തന്നെയല്ല ഈ മൈമൂന ബീവി പറയുന്നതോ സവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലുൻ, ഞാനും ഹറമിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലല്ല, ഞാനും ഇഹ്റാമിലല്ല, ഞങ്ങൾ രണ്ടുപേരും ഇഹ്റാമിലല്ലാത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്നെ നിക്കാഹ് ചെയ്തത്. കക്ഷി ഈ മൈമൂന ബീവി നിക്കാഹുമായിട്ടാണല്ലോ ഇപ്പൊ പ്രശ്നമുള്ളത്. കക്ഷി പറയുന്നത് എന്താണ്? ഹലാലിലാണെന്ന. മധ്യസ്ഥം പറയുന്നത് എന്താണ്? ഹലാലിലാണെന്ന്. അന്നിപ്പോ 10-12 വയസ്സ് മേലെ തലുണ്ടാവും, അല്ലെങ്കിൽ 10 വയസ്സിൽ ചോടുണ്ടാവും. ആ ഇബ്നു അബ്ബാസിന് ഇപ്പൊ കല്യാണം എന്നൊക്കെ കേൾക്കുക എന്നല്ലാതെ എന്താണ് നിക്കാഹ് എന്താണ് നിക്കാഹ് അല്ലാത്തതെന്ന് പഠിക്കാനായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവര് മക്കത്താണ്ടായിരുന്ന സമയത്തൊക്കെ ഹിജ്റ പോരുന്നത് തന്നെ എപ്പോഴാണ്? ഹിജ്റ പോരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മക്കം ഫത്ഹിന് വേണ്ടിയിട്ട് ഹിജ്റ 8-ാം വർഷം റമദാനിൽ പുറപ്പെടുമ്പോൾ വഴിയിലാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല കണ്ടുമുട്ടുന്നത്. അതുവരെ പോരാനേക്കാതെ നബി തങ്ങൾ നിർത്തിയതാ. അപ്പൊ നബി തങ്ങളുമായിട്ട് ഇടപഴകാനും കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള സന്ദർഭം ഇല്ല. അതിന് പുറമെ പ്രായപൂർത്തിയെത്താത്തൊരു കുട്ടിയാണ്. അതുകൊണ്ട് കുട്ടിയുടെ വിലയിരുത്തലിൽ വന്ന അബദ്ധമായിരിക്കാം എന്നാണ് ഉലമാക്കൾ അവിടെ ഒരു വ്യാഖ്യാനം പറഞ്ഞത്. മറ്റൊരു വ്യാഖ്യാനം അത് തെറ്റല്ല, ഇബ്നു അബ്ബാസ് പറഞ്ഞത് മോശമൊന്നുമല്ല. ആ അർത്ഥം എന്താണ്? അഹറമ എന്ന് പറഞ്ഞാൽ ദഖല ഫിൽ ഹറമി എന്നൊരർത്ഥമുണ്ട്. ഭാഷയിൽ തന്നെ അങ്ങനെ അർത്ഥമുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇഹ്റാമിൽ ആണ് നിക്കാഹ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അഹറമയിൽ നിന്നിട്ടുള്ള ഇഹ്റാമാണ്. അപ്പൊ അഹറമ എന്ന് പറഞ്ഞാൽ ഹറമിൽ പ്രവേശിച്ചതിന് ശേഷം. അപ്പോ മക്കയിൽ വന്ന് ഹറമിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്തത് എന്ന് പറഞ്ഞാൽ 3 ദിവസം ഉണ്ടല്ലോ, വന്ന് അന്ന് തന്നെ ഉംറയില്ലേ, പിന്നെ 2 ദിവസം അവിടെ നിൽക്കുന്നതിന്റെ ഇടക്കാണ് നിക്കാഹ് ചെയ്തത്. അപ്പം ഹറമിൽ വെച്ച് നടന്നു എന്ന അടിസ്ഥാനത്തിൽ അഹറമ എന്ന ഇഹ്റാമിൽ നിന്നിട്ട് പറഞ്ഞതാണ്. അപ്പൊ രണ്ടും ശരി തന്നെയാണ്. എന്ത് വ്യാഖ്യാനം വെച്ചാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹയെ നിക്കാഹ് കഴിച്ചതും വീട് കൂടിയതും ഇഹ്റാമിലല്ല, തിരിച്ചു പോകുന്ന വഴിയിൽ സെരിഫയിൽ വെച്ചിട്ടാണ് വീട് കൂടിയത്. പിന്നീട് ചരിത്രത്തിനൊരു അത്ഭുതം എന്നോണം പലപ്പോഴും മഹദിയായിരിക്കുന്ന മൈമൂന റളിയല്ലാഹു തആല അൻഹ ഉംറക്ക് പോകാറുണ്ട്, ഹജ്ജിന് പോകാറുണ്ട്. അവസാന കാലത്ത് 80 വയസ്സായിട്ടുണ്ട് ആ സമയത്ത് അവർക്ക്. പക്ഷെ നല്ല ആരോഗ്യവതിയായിരുന്നു. ഈ 80-ാമത്തെ വയസ്സിലും നല്ല ആരോഗ്യവതിയായിരുന്നു. ഒരു ക്ഷീണവും വാർദ്ധക്യത്തിന്റെ പ്രയാസവും ഇല്ലാത്ത അവർ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് വല്ലാത്ത ക്ഷീണവും അവശതയും അനുഭവപ്പെട്ടു. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠത്തിയുടെ മകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമുക്ക് വലിയ ഇമാമും ആലിമുമാണ്, പണ്ട് പറഞ്ഞ കുട്ടിയായ സമയത്താണെങ്കിലും ഇപ്പൊ വലിയ ഇമാമും ആലിമുമാണ്, അവരോട് വസിയത്ത് പറഞ്ഞു, മോനെ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന വലിയൊരു സൗഭാഗ്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആദ്യ രാത്രി പങ്കിടാനുള്ള ഭാഗ്യം കിട്ടിയത് സെരിഫയിലാണ്. ഒരു മരമുണ്ടായിരുന്നു അവിടെ, ആ മരത്തിന്റെ ചോട്ടിലാണ്, അവിടെയായിരുന്നു തമ്പ് കെട്ടിയിരുന്നത്. ഞാൻ ഇവിടുന്ന് മരിക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി എന്നെ മറവ് ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. ഈ വസിയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പലരും പറഞ്ഞു മക്കയിൽ തന്നെ മറവാടാന്ന്. വേറെ കുറെ ആളുകൾ പറഞ്ഞു അല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എല്ലാവരും കിടക്കുന്നത് മദീനയിലാണ്. ഖദീജത്തുൽ കുബ്ര നേരത്തെ ഹിജ്റന്റെ മുമ്പുള്ളവരാ. ഹിജ്റ പോയ എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും മദീനയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുകൊണ്ട് മഹദിയുടെ മയ്യിത്ത് മദീനയിൽ കൊണ്ട് മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂടെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് രണ്ടും ചെയ്യണ്ട, ഉമ്മാന്റെ വസിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വീട് കൂടിയ സെരിഫയിലെ അതേ സ്ഥലത്ത് മറമാടണം എന്നാണ്. അങ്ങനെ അതേ സ്ഥലത്ത് ആ മരത്തിന്റെ ചോട്ടിൽ തന്നെ ഖബർ കുഴിക്കുകയും അവിടെയാണ് ബഹുമാനപ്പെട്ട മഹ്ദി
മൈമൂന റളിയല്ലാഹു തആല അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത് അവരുടെ ഉമ്മയുടെ, ഇബ്നു അബ്ബാസിന്റെ ഉമ്മയുടെ അനുജന. അതുകൊണ്ട് തന്നെ പല മസലകളിലും കാണാമെന്ന് പറയാൻ സമയമില്ല. ഇബ്നു അബ്ബാസ് ബിത്തു ഇന്ദ ഖാലത്തി മൈമൂന എന്ന് ചില സുന്നത്തുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കും. കുട്ടിയാണ്. അപ്പൊ ചെറിയ കുട്ടിയാവുമ്പം വീട്ടിൽ കയറിയിട്ട് കിടക്കും. ഒരൊറ്റ തലേണിയാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഭാര്യക്കും കൂടി ഒരൊറ്റ തലേണി. എന്നിട്ട് അതിന്റെ അവര് നേർക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ കുട്ടിയാവുന്ന ഇബ്നു അബ്ബാസ് ബലങ്ങനെ കിടക്കും. ഈ ഒറ്റ തലേണിയും വരെ മൂന്നാള്. എന്നിട്ട് നബി തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയത്ത് കൂടി നിസ്കരിച്ചൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നും പറയാൻ സമയമില്ല. ഇവരോട് കൂടി ഇത് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച പത്നിയാണ് ബഹുമാനപ്പെട്ട മൈമൂന റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെ മൊത്തം 11 ഭാര്യമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്ത് വീട് കൂടിയ 11 ഭാര്യമാർ. എന്നാൽ 2 അടിമ സ്ത്രീകളുണ്ട്. അതും കൂടി ഒറ്റവാക്കിൽ പരാമർശിച്ച് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കും. ബൈഅത്തുൽ റിദ്വാൻ കഴിഞ്ഞു. നാടൊക്കെ അറബി രാജ്യം സ്വാന്തമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്ത് പുറമേക്ക് വികസിപ്പിച്ചു. രാജാക്കന്മാർക്കും അനർബികളിലേക്കും ദൂതന്മാരെ അയച്ചുകൊണ്ട് ക്ഷണിച്ച കൂട്ടത്തിൽ മിസ്റിലെ മുഖൗഖസ് ചക്രവർത്തിക്ക് കത്തയച്ചിരുന്നു. അവർ ക്രിസ്ത്യാനികളാണ്, ഖിബ്തികളാണ്, അതോടുകൂടി ക്രിസ്തു മതക്കാരാണ്. അവരിലേക്ക് കത്തയച്ചു നീണ്ട സംഭവമാണ്. ആ കത്തയച്ച് രാജാവിന് സത്യം ബോധ്യപ്പെടുകയും അദ്ദേഹത്തിന് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഉത്കടമായ താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ റോമയുടെ കീഴ്രാജ്യമായാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മുസ്ലിമായി എന്ന വാർത്ത റോമാ ചക്രവർത്തി കിട്ടിയാൽ തൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് ഇസ്ലാം മതം പ്രഖ്യാപിക്കാതെ ദൂതനെ അനുനയത്തിൽ തിരിച്ചയക്കുകയും വലിയ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്തു. സ്വർണവും വെള്ളിയും മറ്റ് അപൂർവ കൗതുക വസ്തുക്കളും ഉൾക്കൊള്ളുന്ന വലിയൊരു സമ്പത്ത് ഹദിയായി കൊടുത്ത കൂട്ടത്തിൽ മറ്റൊരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടുത്ത പരിസര പ്രദേശത്തുള്ള ഈജിപ്തിലെ തന്നെ മറ്റൊരു ചക്രവർത്തിയുടെ 2 മക്കളുണ്ട്. അതാണ് ഒന്ന് മാരിയ, മറ്റൊന്ന് സീരീന. സീരീന എന്ന പേരിലും മാരിയ എന്ന പേരിലും ജ്യേഷ്ഠത്തിയും അനുജത്തിയുമാണ്. ഇവര് ഈജിപ്തുകാരുടെ അടുക്കൽ തന്നെ വലിയ സ്ഥാനമുള്ളവരാണ്. കാരണം രാജകുമാരിമാരാണെന്ന് അവർക്ക് അറിയാം. പക്ഷെ ഇപ്പോൾ ഇവിടെ അടിമകളാണെങ്കിലും ഇവർ 2 പേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായി കൊടുത്തയച്ചു. പോകുന്ന വഴിയിൽ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല ആയിരുന്നു ദൂതൻ. അദ്ദേഹം ഇവിടെ നിന്ന് മദീന എത്തുന്നത് വരെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പരിചയപ്പെടുത്തി കൊടുത്തത് കൊണ്ട് ഈ 2 പേരും മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ ആദരിച്ചുകൊണ്ട് അവരുടെ ഉമ്മ വലതായിട്ട്, അഥവാ അടിമ സ്ത്രീയായിട്ട്, ഉമ്മുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട നിക്കാഹ് ചെയ്ത ഭാര്യയല്ല, അടിമ സ്ത്രീ എന്ന നിലക്ക് ഉമ്മ വലതായി സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇവരെ ഒരു അടിമ സ്ത്രീയായി സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ നിയമം എന്ന് പറയട്ടെ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 60 വയസ്സായിട്ടുണ്ട്. ധാരാളം ചെറുപ്പക്കാരികളായ ഭാര്യമാരുണ്ടായിട്ട് അവർക്ക് ആർക്കും സന്താനം ജനിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 60ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ജനിച്ചു. ഒക്കെ നീണ്ട ചരിത്രം ഉള്ളിലേക്കൊന്നും കടന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പേരിട്ട് ആദരിച്ച ഇബ്രാഹിം എന്ന പേരിൽ ഒരു കുട്ടി ജനിക്കുകയും ഏകദേശം 20 മാസം അല്ലെങ്കിൽ 19 മാസം വരെ ആ കുട്ടി ജീവിക്കുകയും ചെയ്തു. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തനി പകർപ്പായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ തനി പകർപ്പായൊരു കുട്ടി. ഇങ്ങനെ അവർ ഉമ്മു വലത് എന്ന നിലക്ക് അവർ ഹുറത്തായി. ശരിക്കും ഉമ്മുൽ മുഅ്മിനീൻ എന്ന പദവി ഇല്ലെങ്കിൽ പോലും എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും അംഗീകാരങ്ങളും ലഭിച്ച മഹദിയാണ്. പക്ഷെ അവർക്ക് അറബി അധികം അറിയില്ലായിരുന്നു. കാരണം അവരുടെ ഭാഷ ഖിബ്തിയ, കോപ്റ്റിക് ഭാഷ എന്ന് പറയും. കോപ്റ്റിക് വർഗ്ഗക്കാരിയാണോ. മറ്റൊന്ന് റൈഹാൻ റളിയല്ലാഹു തആല അൻഹ. റൈഹാൻ റളിയല്ലാഹു തആല അൻഹ ബനൂ ഖുറൈള ഗോത്രക്കാരെ അതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഖന്തഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ബനൂ ഖുറൈളക്കാരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അങ്ങനെ ആ യുദ്ധം നടന്നില്ല. കോട്ട വളഞ്ഞു, അവരെ ഉപരോധിച്ചു. അവസാനം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മധ്യസ്ഥം സ്വീകരിക്കണം
എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ രക്ഷ കിട്ടുമായിരുന്നു. അവരത് ഇഷ്ടപ്പെട്ടില്ല. അവരുമായി ബന്ധമുള്ള അൻസാരികളാവുന്ന ഔസുകാര് അവരുമായിട്ട് ഹരീഫുകളാണ്. ഔസിന്റെ നേതാവ് സഅദ് ബിൻ മുആദ് അൻസാർ റളിയല്ലാഹു തആല മൂപ്പര് ഔസിന്റെ നേതാവാണ്. മൂപ്പര് പറയും പോലെ തീരുമാനിക്കാറില്ല. അള്ളാഹുവിന്റെ ഖളാ നടക്കണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ആലമീൻ എന്തായാലും കാരുണ്യം ചെയ്യും. അവര് തന്നെ ഇഷ്ടപ്പെട്ട് അവരാവശ്യപ്പെട്ടതനുസരിച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രതിനിധി അയച്ചു. അപ്പൊ അവര് ചോദിച്ചു വാങ്ങിയതാണ്. അദ്ദേഹത്തിന് ആ ഖന്തഖ് യുദ്ധത്തോട് കൂടി ഇവരുമായിട്ടുള്ള എല്ലാ സ്നേഹവും വന്നു. കാരണം 3 ഭാഗവും മദീന വളഞ്ഞ് ശത്രുക്കൾ ഇങ്ങനെ നിൽക്കുമ്പം കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മദീനയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഇവര് കൂടി ഈ സഖ്യകക്ഷിയിൽ ചേർന്ന് മുസ്ലിങ്ങളെ പൊരിച്ച കൂട്ടര. ഇവരൊരു പാഠം പഠിപ്പിക്കണം. അന്ന് ഖന്തഖിൽ അമ്പുകളുടെ ആളാണ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല. അന്ന് തന്നെ അദ്ദേഹം ദുആർന്നു, പഠിച്ചവനെ ഖുറൈശികളുമായി ഇനിയൊരു യുദ്ധം മുസ്ലിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അതുവരെ എനിക്ക് ജീവിക്കാൻ അനുവദിക്കണം. അല്ല, ഇനി ഖുറൈശികളുമായി ഒരു യുദ്ധമില്ലെങ്കിൽ എനിക്കിനി ജീവിക്കണ്ട, ഇതെന്റെ അവസാനമാണ്. പക്ഷേ ഈ കത്തുന്ന തീയിൽ എണ്ണ ഒഴിച്ച ബനൂ ഖുറൈളക്കാരുമായിട്ട് എൻ്റെ മനസ്സ് സമാധാനമാകുന്നതിന് മുമ്പ് നീ എന്നെ മരിക്കാൻ ഇടവരുത്തരുത്. അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന രക്തം ചൂട് വെച്ച് നിർത്തി. പക്ഷെ രോഗം മാറിയിരുന്നില്ല. പള്ളിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പ് കെട്ടി അവിടെ സംരക്ഷിക്കുകയായിരുന്നു. ഈ വിവരം പറഞ്ഞു. സഅദ് ബിൻ മുആദ് തീരുമാനിക്കുന്ന തീരുമാനമേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാ സഅദ് തീരുമാനിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളയച്ചു, കൊണ്ടുവന്നു, താങ്ങി ഇറക്കി താഴെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇവര് പറയുന്നത് ഞാൻ തീരുമാനിച്ച അവർക്ക് സ്വീകാര്യമല്ല, നിങ്ങൾ പറയുന്ന തീരുമാനം അവർക്ക് സ്വീകാര്യമാണെന്ന് പറയുന്നു. അപ്പൊ അവരോട് ചോദിച്ചു, ഞാൻ പറയുന്ന തീരുമാനം എന്തായാലും നിങ്ങൾക്ക് സ്വീകാര്യമല്ലേ? ഓ, ഞങ്ങൾക്ക് സ്വീകാര്യം, നിങ്ങൾ എന്ത് പറഞ്ഞാലും സ്വീകാര്യം. അപ്പൊ ആവശ്യമായി. ഉടനെ അദ്ദേഹം ചോദിച്ചു, തങ്ങൾക്ക് സ്വീകാര്യമാണോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ, അത് അപകടല്ലേ. അവർ ഉപയോഗിച്ച വാക്ക് വമൻ ഹുനാലിക്കും, തിരിച്ചു വയ്ക്കുക, വമൻ ഹുനാലിക്കും, അവിടത്തേക്ക് സ്വീകാര്യം തന്നെയല്ലേ, അവിടത്തേക്ക് സ്വീകാര്യം തന്നെയല്ലേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, അതെ, തീരുമാനം സ്വീകാര്യമാണ്, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും സമ്മതി എന്നാണ്. ആ തീരുമാനം വന്നപ്പം രാജകീയമായൊരു വിധിയാണ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല പടയാളികളെ ഒറ്റ വെക്കാതെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. കാരണം കരാർ ലംഘിച്ചു എന്ന് മാത്രമല്ല, മദീനയെ ഉള്ളിൽ നിന്നിട്ട് കുത്തിയ രാജ്യദ്രോഹികളാണ്. അതുകൊണ്ട് രാജ്യദ്രോഹികൾക്കുള്ള ശിക്ഷ എഴുതാമ ഇന്നും അത് തന്നെയാണ്. അതുകൊണ്ട് അവർ 100% രാജ്യദ്രോഹികളാണ്. പ്രായപൂർത്തിയെത്തിയ പടയാളികളെ മുഴുവനും രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊല്ലപ്പെടണം. കുട്ടികളെയും സ്ത്രീകളെയും ബന്ധനസ്ഥരാക്കി അടിമകളാക്കണം. രക്ഷയില്ല. ഓല് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയല്ലേ, ചോദിച്ചു വാങ്ങിയ വിധിയാണ്. എന്തായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഏത് രാജ്യദ്രോഹ കുറ്റാണെങ്കിലും അങ്ങനെ ഒരു കടുത്ത വിധി ആ ജീവിതത്തിൽ വിധിച്ചിട്ടില്ല. അപ്പൊ അവരെ അല്ലാഹു തആല വിധിച്ച ഖളാണ്, അല്ലെങ്കിൽ നബി തങ്ങളുടെ തീരുമാനം അവർ ഇഷ്ടപ്പെടുമായിരുന്നല്ലോ. ഏതായാലും ആയിട്ട് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് റൈഹാനത്ത് റളിയല്ലാഹു തആല അൻഹ. ബനൂ ഖുറൈളയിലെ വലിയ നേതാവായിരുന്ന അംറിന്റെ പുത്രിയാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു, മുഅ്മിനത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹുയൈ ഇബ്നു അഖ്തബിന്റെ മകളുടെ സ്ഥാനമാണ് ബനൂ ഖുറൈളക്കാരെ സംബന്ധിച്ച് റൈഹാന റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ അവരെ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഇത്ഖ് ചൊല്ലി മഹർ തന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് നിക്കാഹ് കഴിക്കാം. നബിയെ, അത് വലിയൊരു ഉത്തരവാദിത്താണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന പദവി വലിയൊരു പദവിയാണ്. അതിനൊന്നും ഞാൻ അർഹല്ല. ഞാൻ അവിടുത്തെ ഒരു ഹാദിമായി അടിമസ്ത്രീയായിട്ട് നിന്നോളാം, എനിക്കത് മതി. തങ്ങളുടെ പരിചരണവും സംരക്ഷണവും അവിടുത്തെ സ്നേഹവും ഉണ്ടായാൽ മതി. എന്നാൽ എനിക്കും അതാണ് എളുപ്പം, തങ്ങൾക്കും അതാണല്ലോ എളുപ്പം. കാരണം എന്തായാലും ഞാൻ ദിവസം വീതിക്കണം, ഭാര്യമാർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം, അതൊക്കെ വേണം. അതിന് തങ്ങൾക്ക് എളുപ്പമാണ്. എനിക്കും തന്നെ ഉമ്മുൽ മുഅ്മിനീന എന്ന നിലക്കുള്ള ഒരു ഉത്തരവാദിത്വം വരൂലല്ലോ. തങ്ങളുടെ ഖിദ്മത്തല്ലേ, അത് ഞാൻ എപ്പോഴും സന്നദ്ധയാണ്. അങ്ങനെ റൈഹാനത്ത് റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീന് അല്ല,
അടിമസ്ത്രീയാണ് എന്നതാണ് ചരിത്രത്തിലെ പ്രബലമായ പക്ഷം. രണ്ട് പക്ഷമുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾ റൈഹാനത്ത് റളിയല്ലാഹു തആല അൻഹയെ ഉമ്മുൽ മുഅ്മിനീങ്ങളിൽ കൂട്ടിയിട്ട് 12 ആളുകളാണ് ഉമ്മുൽ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ചില ചരിത്രകാരന്മാർ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ചില ആളുകളൊക്കെ പുതിയ ആധുനിക ചിന്തകന്മാരിൽപ്പെട്ട ചില ചരിത്ര പണ്ഡിതന്മാർ അതാണ് ശരിയെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് സഫിയ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ച് ഉമ്മുൽ മുഅ്മിനീനാക്കിയിട്ടാണ് തങ്ങൾ ബഹുമാനിച്ചത്. അതേ പദവിയാണ് ബനൂ ഖുറൈളക്കാരുടെ ഗോത്രത്തിലേക്ക് നോക്കുമ്പോൾ റൈഹാനത്തിന്. അപ്പൊ അവർക്കൊരു സ്ഥാനവും മറ്റവർക്ക് താന്നൊരു സ്ഥാനം എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ആ വിവാഹം കഴിച്ചു എന്നുള്ള അഭിപ്രായമാണ് ശരി. പക്ഷേ ചരിത്രകാരന്മാർ ഭൂരിപക്ഷവും അത് അംഗീകരിക്കുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അവര് അടിമ സ്ത്രീയായിരുന്നു. ഏതായാലും അവര് ഹജ്ജത്തുൽ വദാഇന് കൂടെ പോയവരിൽപ്പെട്ടവരാണ്. ഹജ്ജത്തുൽ വദാഇ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവർ രോഗിയും അവശയുമായിരുന്നു. മദീനയിലെത്തി താമസിയാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി ഇഹലോകവാസം വെടിയുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിച്ച് വീട് കൂടിയ 11 പത്നിമാർ ഉണ്ടെങ്കിലും ഒരു സമയത്ത് 9-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടില്ല. ഒന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നേരത്തെ മക്കയിൽ തന്നെ വഫാത്തായി പോയി. മറ്റൊന്ന് കേവലം 2 മാസം അല്ലെങ്കിൽ 3 മാസം തങ്ങളോട് ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സൈനബ ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി പോയി. അന്ന് വേറെ 3 ആളെ ബാക്കിയുള്ളൂ. ഇവർ രണ്ടും ഒഴിച്ചാൽ 11-ൽ ബാക്കി 9 ആളുകളെ ഒരു സമയത്തുണ്ടായിട്ടുള്ളൂ. അത് 9 കാരണം നേരത്തെ അല്ല, ഹിജ്റ 7-ാം വർഷം മുതൽക്ക് ഇങ്ങോട്ടാണ് ഈ 9 ഭാര്യമാര് ഒരു സമയത്തുണ്ടായത്. ഇനി ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്യുകയും വിവിധ കാരണങ്ങളാൽ തലാഖ് ചെല്ലുകയോ വീട് കൂടാൻ സാധിക്കാതെ പോവുകയോ ഒക്കെ ചെയ്തവരുണ്ട്. ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്തിരുന്നു. വീട് കൂടുന്ന അന്ന് അവർക്ക് വെള്ളപ്പാണ്ട് രോഗമുണ്ട് എന്ന് മനസ്സിലാവുകയും അതിൻ്റെ പേരിൽ അവർക്ക് മഹറും മറ്റാനുകൂല്യങ്ങളും അതുപോലെ മുത്അയും കൊടുത്ത് മാന്യമായി അവരെ പിരിച്ചയച്ചു. മറ്റ് യമനിൽ നിന്നിട്ട് മഹദിയായിരിക്കുന്ന ഒരു സഹാബിയത്തിനെ നിക്കാഹ് ചെയ്തിരുന്നു. പക്ഷെ അവർ യമനിലാണുള്ളത്. അവര് ആങ്ങളെയാണ് നിക്കാഹ് കൊടുത്തത്. അദ്ദേഹം പോയി യമനിൽ പോയി സഹോദരിയെ കൂട്ടി വന്ന് മദീനയിൽ എത്തുന്നതിന് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിൽ കാണാനോ ഒരുമിച്ച് കൂടാനോ പറ്റിയിട്ടില്ല. അതുപോലെ മറ്റൊരു സ്ത്രീ നിക്കാഹ് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹറും കൊടുത്തു. വീട് കൂടാൻ വേണ്ടിയിട്ട് തയ്യാറായി. സഹാബത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുണ്ട്. ഇവർ വലിയൊരു പ്രമുഖ തറവാട്ടുകാരിയാണ്. അവരുടെ തറവാടിന്റെ പരിസരത്ത് വലിയ തോട്ടം വളപ്പുണ്ട്. ആ വളപ്പിലുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നത്. സഹാബത്തൊക്കെ അവിടെ തമ്പടിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട് കൂടാൻ വേണ്ടി ചെല്ലുമ്പോ എന്തോ സംഗതി വശാൽ അവരെന്ത് പറഞ്ഞു? അഊദു ബില്ലാഹി മിൻകാ. ഏതോ ചില ആളുകളുടെ വികൃതിയാണ് എന്നൊക്കെ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. ഏതായാലോട്ടെ, അഊദു ബില്ലാഹി മിൻകാ, നിങ്ങളെ തൊട്ട് അള്ളാഹുവിൽ ഞാൻ കാവല് തൊടുന്നു. അഊദു ബില്ലാഹി മിൻകാ എന്നൊരാൾ പറഞ്ഞാൽ ഈമാനുള്ള ഒരാളാണെങ്കിൽ അയാളെ സംരക്ഷിച്ചു കൊള്ളണം, അയാളെ തൊടാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാന്റെ അടുക്കേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ, നല്ല സുന്ദരനായ സുമുഖനായ ഒരു യുവാവായി മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ കുളിച്ച് വസ്ത്രം മാറി നിൽക്കുന്ന മറപ്പരയുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നപ്പോൾ ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ, അല്ലാഹുവിൽ നിന്നോട് കാവല്. അതാണ് ഏറ്റവും വലിയ സ്റ്റാൻഡ്. അള്ളാഹിന്റെ കൽപ്പനയാണ്. പക്ഷെ എന്നാൽ പോലും പച്ചയിൽ തുറന്നു പറയാൻ നിർബന്ധിതനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇന്നി റസൂലു റബ്ബിക്കി ലി അഹബലക്കി ഗുലാമൻ സക്കിയ, നിങ്ങളൊന്നും ഭയപ്പെടണ്ട, ഞാനൊരു മനുഷ്യനല്ല, ഞാൻ സ്ത്രീകളെ ശല്യം ചെയ്യാമെന്ന ആളല്ല. അതല്ലേ നിങ്ങൾ ഇസ്തിആദത്ത് ചെയ്തത്? ഞാൻ അള്ളാഹുവിന്റെ മുഖറബായ മലക്കുകളിൽപ്പെട്ട അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വന്ന മലക്കാണ് എന്ന് പറയാൻ നിർബന്ധിതനായി. കാരണം എന്താ? ഇന്നി അഊദു ബിർറഹ്മാനി മിൻക എന്ന് പറഞ്ഞു പോയി. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്ത്രീ പറഞ്ഞു, ഇത് അഊദു ബില്ലാഹി മിൻക. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ഉസ്തി ബിമആദ്, വല്ലാത്തൊരു കാവൽ കേന്ദ്രത്തിലാണല്ലോ നിങ്ങൾ കാവൽ തേടി, അള്ളാഹുവിനോടാണല്ലോ. തലാഖിന്റെ വാക്കാണ്. അങ്ങനെ അവരെ തലാഖ് ചൊല്ലി പറഞ്ഞയച്ചു. തലാഖ് ചൊല്ലി പറഞ്ഞയച്ചപ്പോൾ എങ്ങനെ പറഞ്ഞയച്ച്? ഈ കൊടുത്ത മഹർ
പൗതിക്ക് അവർക്ക് അവകാശമുള്ളൂ. കാരണം എന്താ, വീട് കൂടിയിട്ടില്ലല്ലോ. പക്ഷേ മുഴുവനായും മഹർ കൊടുത്തു. തന്നെയുമല്ല, മാന്യമായി മുത്തായം കൊടുത്തു. ശരിക്ക് വീട് കൂടാത്തൊരു പെണ്ണിന് ഈ മഹറിന്റെ പൗതി കൊടുത്താൽ വേറെ മുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇക്കൊടുക്കുന്നതിന്റെ മുത്താണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും സ്ഥാനവും പരിഗണിച്ചുകൊണ്ട് മുഴുവൻ മഹറും കൊടുത്തു എന്ന് മാത്രമല്ല, മുത്തായായി നല്ലൊരു വസ്തുക്കളും സാധനങ്ങളും കൊടുത്തു. അതിൻ്റെ പുറമെ അവരുടെ തറവാടിത്വത്തിനും സ്ഥാനത്തിനും ഒക്കെ അനുയോജ്യമായ നിലക്ക് വസ്ത്രവും സമ്മാനവും മഹറും കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞു. ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ ചരിത്രം പഠിക്കാതെ ഏതോ ഒരു പെൺകുട്ടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടിയെന്നും അത് ആ പെണ്ണ് അള്ളാഹുവിനോട് കാവൽ തേടി ഓടാൻ ശ്രമിച്ചു എന്നും അങ്ങനെ ആ പെണ്ണ് ഇനി അതൊരു പ്രശ്നമുണ്ട, ഇത് ഗോത്രക്കലാം വരണ്ട എന്ന നിലക്ക് സ്വാധീനിക്കാൻ വേണ്ടി സംഖ്യ കൊടുത്തു വിട്ടു എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില മനുഷ്യജീവികൾ എന്ന് പറയാൻ പറ്റുന്ന സാധുക്കളുണ്ട്. ചരിത്രമോ അറിയില്ല, വസ്തുതയോ പഠിച്ചിട്ടില്ല, എന്തെങ്കിലും അർത്ഥമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിം സമുദായത്തെയും കൊച്ചാക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾക്ക് എതിർക്കാം, എതിർക്കുന്നതിൽ നമ്മൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് വിമർശിക്കാം, അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ എതിർപ്പും വിമർശനവും വസ്തുതാപരമായിരിക്കണം. വസ്തുതാപരമായിരിക്കണം. അത് മാന്യതയല്ലേ? ഇല്ലാത്ത കണ്ണടച്ച് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് മാന്യന്മാർക്ക് ചേർന്നതല്ല. അത്രയും നമുക്ക് പറയാനുള്ളൂ. നേരത്തെ നിക്കാഹ് ചെയ്ത് തികച്ചും പൂർണ്ണമായും മഹർ കൊടുത്ത ഒരു പെണ്ണിനെ വീട് കൂടാൻ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൈവച്ചു എന്നാ പറയണത്. ആയിക്കോട്ടെ, ഒരു വിവാഹത്തിൽ അങ്ങനെ ഉണ്ട്. എന്താ തെറ്റ്? ഞാൻ നിക്കാഹ് ചെയ്ത് മഹർ കൊടുത്ത പെണ്ണിനെ എനിക്ക് തൊടാൻ അവകാശമില്ലേ? ലോകത്ത് ഏത് സംസ്കാരത്തിലാണത് പാടില്ലാത്തത്? എന്നാ അതൊന്ന് പറയട്ടെ. നിക്കാഹ് ചെയ്ത് മഹർ കൊടുത്തൊരു പെണ്ണിനെ ഭർത്താവിന് തൊടാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ലോകത്ത് ഏത് പ്രസ്ഥാനത്തിലാണുള്ളത്? ഇത് എല്ലാ ചരിത്രരേഖകളും പറയുന്നത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബാക്കി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കൊക്കെ കൊടുത്തതുപോലെ 500 വെള്ളി കൃത്യമായും മഹറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നബി തങ്ങളുടേതായി ആ പെണ്ണ് മഹർ കൊടുത്ത് നിക്കാഹ് മഹർ കൊടുത്തതോടുകൂടി ഇനി വീട് കൂടുന്ന സമയത്ത് കൈ ഒന്ന് തൊട്ടത് അത്രേ. എന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാന്നുള്ള എന്തായി? അത് ചരിത്രവും ഇസ്ലാമും പഠിക്കാഞ്ഞിട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, ഖുർആൻ തന്നെ നമ്മളോട് കൽപ്പിച്ച എന്താണ്? വലിൽ മുത്തല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. വീട് കൂടിയവരാവട്ടെ വീട് കൂടാത്തവരാവട്ടെ ഒരു പെണ്ണിനെ തലാഖ് ചെയ്തയക്കുമ്പോൾ മുത്അ എന്ന പേരിൽ ഒരു അവകാശം അവൾക്ക് കൊടുത്തുവിടണം. ഇവിടെ എത്ര കൊടുത്താൽ മതി? കൊടുത്ത മഹറിന്റെ പൗതി കൊടുത്താൽ മതി. പക്ഷേ നബി തങ്ങളുടെ വിശാല മനസ്സുകൊണ്ട് മുഴുവൻ മഹർ കൊടുത്തു. അതിന്റെ പുറമെ മറ്റ് സമ്മാനങ്ങൾ കൊടുത്തു. അതിൻ്റെയും പുറമെ മാന്യമായ നിലക്കുള്ള വസ്ത്രവും കൊടുത്തിട്ട് അവരെ വിട്ടയച്ചത്. പിന്നീട് അവര് സങ്കടപ്പെട്ട് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് സ്വന്തം പിതാവിനെ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതല്ല. തങ്ങളെ ഒരിക്കലും എനിക്ക് വിയോജിപ്പില്ലെന്നല്ല, തങ്ങളെ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഞാൻ അങ്ങേയറ്റം കൊതിക്കുന്നുണ്ട്, അതുകൊണ്ട് രണ്ടാമത് തിരിച്ചെടുക്കണം എന്ന അപേക്ഷയുമായി അവർ വന്നിരുന്നു അവരുടെ വാപ്പ മുഖേനെ. അതും ചരിത്രമായി വായിക്കണ്ടേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അത് സ്ത്രീകൾ ചിലരൊക്കെ അങ്ങനെയാ. അൻതുന്ന സവാഹിബ് യൂസുഫ. പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചരിത്രത്തിൽ പറയുന്ന പെണ്ണിന്റെ തന്ത്രങ്ങളുണ്ടല്ലോ, ഈ തന്ത്രം എല്ലാ കാലത്തും പെണ്ണുവർഗത്തിനുണ്ടാവും. അതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ്. അതിൽ മാന്യമല്ലാത്ത എന്താണുള്ളത്? അതാ നമുക്ക് ചോദിക്കാനുള്ളത്. കെട്ടി മഹർ കൊടുത്ത പെണ്ണിനെ തൊട്ടു എന്നതാണോ കേസ്? അത് ഏത് സംസ്കാരത്തിലാണ് തെറ്റാകുന്നത്? മഹർ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അല്ലെങ്കിൽ നിക്കാഹ് നേരത്തെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയോ? നേരത്തെ നിക്കാഹ് ചെയ്ത് മഹർ കൊടുത്തൊരു പെണ്ണിന് തലാഖ് ചെല്ല അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ്. അഊദു ബില്ലാഹി മിൻക എന്ന് പറഞ്ഞാൽ അവർ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിത അവസ്ഥയിൽ തലാഖ് ചൊല്ലി. എന്നിട്ട് കൊടുത്ത മഹർ കൊണ്ട് നിർത്താതെ രണ്ടാമത് വസ്ത്രവും സമ്മാനവും കൊടുത്ത് മാന്യമായി പറഞ്ഞയച്ച
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാന്യതയിൽ കറപുരട്ടാൻ ലോകത്ത് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഒരു ഇരുകാലി മൃഗത്തിനും സാധ്യമല്ല. ഇതല്ല, മനുഷ്യനാണെന്ന് പറയുക, ബുദ്ധിജീവികളാണെന്ന് പറയുക, കണ്ണുമടച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അത് മാന്യതയല്ലാതെ പറയണം. അള്ളാഹുവിൻ്റെ ഹബീബിനെ കൂടുതൽ കൂടുതൽ അറിയാനും അത് മുഖേന അവരോടുള്ള മഹബത്ത് വർദ്ധിക്കാനും ആ മഹബത്തിലൂടെ അവിടുത്തെ ജീവിതത്തിലെ സുന്നത്ത് ഇത്തിബാ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.